കുറിച്ചുള്ള വായന വായിക്കും, അത് ധ്യാനിക്കും. അതിനുശേഷം ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പിന്നെ ഡിസംബർ 25 ആകുമ്പോഴേക്കും നമ്മൾ ഈശോയുടെ ജനനത്തിന്റെ വാർത്ത മാലാഖ ഇടയന്മാരെ അറിയിക്കുന്നത് വായിച്ചുകൊണ്ട് നമ്മൾ വലിയ തിരുനാള്, മനുഷ്യാവതാര തിരുനാള്, ഈശോയുടെ ജനന തിരുനാൾ ഒരുങ്ങുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ഏറ്റവും അനുകൂലമായ ദിവസമാണിന്ന്, ഏറ്റവും അനുകൂലമായ കാലമാണിത്. അപ്പൊ അത് ദൈവപരിപാലനയായിട്ട് ഞാൻ കാണുകയാണ്. നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഈ മറിയത്തിൽ നിന്ന് ജനിച്ച, അല്ലെങ്കിൽ വല്യമ്മ അന്നയായിരുന്നു, അന്ന യുവാക്യമായിരുന്നു വല്യപ്പനും വല്യമ്മ ഈശോയുടെ. ഈ അന്നായിൽ നിന്ന് ജനിച്ച മറിയത്തിൽ നിന്നാണ് ഈശോ ജനിക്കുന്നത്. ആ ഈശോ ആണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവപുത്രൻ, നമ്മുടെ രക്ഷകനായ ഈശോ അവിടുന്നാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് ദൈവമായി അവിടുന്ന് ശൂന്യനാക്കിയിട്ട് നിസ്സാരനാക്കിയിട്ട് ഒരു കന്യകയായ ഒരു മറിയത്തിന്റെ, ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നത്. അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ രക്ഷയാണ് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും സഹനമരണോത്ഥാനത്തിലൂടെയും ഈശോ നേടിയ ആ രക്ഷയുടെ ഫലം അനുഭവിക്കുന്നവരാണ് നമ്മൾ. സഭയിലെ ഓരോ കുദാശ വഴിയും, മാമോദിസയാകട്ടെ, കുമ്പസാരമാകട്ടെ, കുർബാനയാകട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന വിവാഹം എന്ന കുദാശയാകട്ടെ, ഈ കുദാശകളിലൂടെ എല്ലാം നമ്മൾ സ്വീകരിക്കുന്നത് മനുഷ്യനായി അവതരിച്ച ഈശോ നൽകുന്ന ആ കൃപയാണ്, ദൈവാനുഗ്രഹമാണ്, രക്ഷയാണ്. അപ്പോൾ ഈ രക്ഷകനായ ഈശോ, നമ്മുടെ രക്ഷകനായ ദൈവമായ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് വിവാഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമുക്കിത് ആരംഭിക്കാം. നമുക്ക് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു ചാപ്റ്റർ 19 ഫസ്റ്റ് 6 വേഴ്സസ്. ആരെങ്കിലും ഒരാൾ വായിക്കാവോ? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം ആദ്യത്തെ 6 വാക്യങ്ങൾ. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യൂദയയുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഓക്കെ, ഇതാണ് വിവാഹ ബന്ധത്തെക്കുറിച്ച് ഈശോയ്ക്ക് പറയാനുള്ള കാര്യം. ഇതാണ്. നമുക്ക് 5ഉം 6ഉം വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. സ്രഷ്ടാവ് ആദ്യം മുതലേ ഒന്നുകൂടെ വായിക്കാം. 5ഉം 6ഉം വാക്യങ്ങള്. ഇക്കാരണത്താൽ അല്ല, 5 കൂടി. സ്രഷ്ടാവ് മുകളിലത്തെ ലൈനോടി, ഒരു ലൈനോടെ മുമ്പില്. സൃഷ്ടാവ്, അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, വായിച്ചിട്ടില്ലേ? മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ 19-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങളില് വിവാഹത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും സാരസംഗ്രഹം ഇവിടെയുണ്ട്. വിവാഹത്തെ ഹലോ, കേൾക്കുന്നില്ല അച്ഛാ? അച്ഛന്റെ ലൈൻ കട്ടായി. ഒന്നും കേൾക്കണില്ല. അച്ഛന്റെ കട്ടായും തോന്നുന്നേ. ബാക്കി എല്ലാരും സൂം ഓഫ് അല്ല, എന്നിട്ട് ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കുക. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കുക. അച്ഛൻ ചെയ്തോ. ആരോ അത് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ, സൗണ്ട് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ.
സോറി കേട്ടോ, സോറി. എന്തോ കേൾക്കാം. ഓക്കെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. ആരെങ്കിലും വായിക്കാമോ? ആദ്യത്തെ പുസ്തകം 1-ാമത്തെ അധ്യായം 27-ാം വാക്യം. അങ്ങനെ ദൈവം തന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഓക്കെ, ഇതാണ് സൃഷ്ടിയുടെ വിവരണമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ 2 അധ്യായങ്ങളിലും കാണുന്നത്. ദൈവം പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ചു. ഇതിന്റെ മകുടമായിട്ട്, ഈ പ്രപഞ്ചത്തിന്റെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ഒരർത്ഥത്തിൽ എത്രയോ മനോഹരമായിട്ടാണ് ദൈവം പ്രപഞ്ചത്തെ ഒരുക്കിയതെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രപഞ്ചം ഒരുക്കിയത്? ആകാശത്തുള്ള നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രാദികളെയും ഭൂമിയിലുള്ള ജീവജാലങ്ങളെയും സസ്യലതാദികളെയും സമുദ്രത്തിലുള്ള ജീവികളെയും എല്ലാം ഒരുക്കിയിട്ടാണ്. ഒരു നല്ല അപ്പൻ ഒരു മകനെയോ മകളെയോ ഒരു പുതിയ വീട്ടിലേക്ക് താമസിപ്പിക്കാൻ വേണ്ടി ഒരുക്കുന്നത് പോലെയാണ്. അതിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ട് കുറെ സ്ഥലം ശരിയാക്കുന്നു. അത് അവിടെ പച്ചപ്പുണ്ട്, അവിടെ പ്രകൃതി രമണീയമാണെന്ന് ഉറപ്പുവരുത്തുന്നു. ആവശ്യത്തിനുള്ളതെല്ലാം അവിടെ തയ്യാറാക്കുന്നു. വെള്ളമുണ്ടോന്ന് ഉറപ്പുവരുത്തുന്നു. അവിടെ ഈ സസ്യലതാദികളും ജന്തു ജീവികളും എല്ലാം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. അങ്ങനെ ഒരു സമാധാനപൂർണമായ സൗഭാഗ്യപൂർണമായ ഒരു ജീവിതത്തിന് ആവശ്യമായ പശ്ചാത്തലം എല്ലാം ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഇനി അപ്പോൾ ഈ സൃഷ്ടിയുടെ മകുടമായിട്ട് ഏറ്റവും അവസാനത്തെ ദിവസം എല്ലാം സൃഷ്ടിച്ചിട്ട് എന്തിനു വേണ്ടിയായിരുന്നു ദൈവം ഇതെല്ലാം ഒരുക്കിയതെന്ന് നമുക്ക് വ്യക്തമാക്കുന്നതാണ് ഈ 27-ാം വാക്യം. അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളവിടെ ഈ ഇപ്പൊ വായിച്ചു കേട്ട 27-ാം വാക്യത്തിൽ നിന്ന് ഓർത്തിരിക്കേണ്ടതുള്ളത്. ഒന്ന്, ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം അരൂപിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിന്റെ ഛായയും സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദൈവത്തിനൊരു ഛായ ഉണ്ടോ? ദൈവം അദൃശ്യനല്ലേ? അപ്പൊ ദൈവത്തിനൊരു ഛായ ഉണ്ടോ? ദൈവത്തിനൊരു ഛായ നമ്മൾ കണ്ടത്, ദൈവത്തിന്റെ ഒരു ഇമേജ് നമ്മൾ കണ്ടത്, ചരിത്രത്തില് മനുഷ്യൻ കണ്ടത് ഒറ്റ അവസരമേ ഉള്ളൂ. ആരിലാണെന്നറിയാവോ? മനുഷ്യനായി അവതരിച്ച ഈശോയിലാണ്. ദൈവം എങ്ങനെ ഇരിക്കും, ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ദൈവം മനുഷ്യരൂപം എടുത്തു. കാരണം ദൈവത്തിന്റെ രൂപം നമുക്ക് കാണാൻ പറ്റുകയില്ല, അദൃശ്യനാണ് അവിടുന്ന്, അരൂപിയാണ് അവിടുന്ന്. അപ്പോൾ അതിനുവേണ്ടി ദൈവം എങ്ങനെ ഇരിക്കും, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മെപ്പോലെ ഒരുവനായി തീർന്നു, നമ്മുടെ രൂപം എടുത്ത് അവിടുന്ന്. അപ്പോൾ മനുഷ്യനായി അവതരിച്ച് ഈശോയുടെ സാദൃശ്യമാണ് ദൈവം എടുത്ത ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയാവുന്നത്, ഛായ എന്ന് പറയാവുന്നത്, ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറയാവുന്നത് മറിയത്തിൽ നിന്ന് ഈശോ സ്വീകരിച്ച ശരീരം മാത്രമാണ്. അപ്പോൾ മറിയത്തിൽ നിന്ന് മനുഷ്യാവതാരത്തിൽ ഈശോ ദൈവത്തിലെ രണ്ടാമത്തെ ആളായ ഈശോ സ്വീകരിക്കാനിരുന്ന ആ ഛായ, അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുൻപേ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ തന്നെ മനുഷ്യനാകാനിരുന്ന ഈശോയുടെ ആ ഛായയിലാണ്, ആ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവത്തിന് സമയത്തിന്റെ പരിധി ഇല്ലാത്തത് കൊണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന, അല്ലെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യവും ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മനുഷ്യനാകുവാനിരുന്ന ഈശോ ദൈവപുത്രനായ ഈശോ സ്വീകരിക്കാനിരുന്ന ആ മനുഷ്യ പ്രകൃതിയിലാണ്, ആ മനുഷ്യന്റെ ഛായയിലാണ്, സാദൃശ്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതാണ് 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നത്. ഇനി വേറൊരു അർത്ഥം കൂടി ദൈവത്തിന്റെ ഈ ഛായയ്ക്കും സാദൃശ്യത്തിനുമുണ്ട്. ദൈവത്തെ ദൈവമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ഈ ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസത്തിന്റെ ആരംഭം മുതൽ വിശ്വസിക്കുന്ന കാര്യമാണ്. ഏക ദൈവമാണ്, പക്ഷെ ദൈവത്തിൽ എത്ര ആളുകളുണ്ട്? 3 ആളുകളുണ്ട്. ഈ 3 പേഴ്സൺസ് ഉള്ള ഏക ദൈവമാണ്. ഇതാണ് യഥാർത്ഥത്തില് കുടുംബത്തിന്റെ മാതൃക. ഇതാണ്, ഈ കൂട്ടായ്മയാണ്.
ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ. പക്ഷെങ്കിൽ ഈ ദൈവത്തിൽ 3 ആളുകളുണ്ട്. ഒറ്റ ദൈവത്തിൽ 3 ആളുകൾ ഉണ്ടായിരിക്കുന്നത് പോലെ ഒരൊറ്റ കുടുംബം, ഒരൊറ്റ ഹൃദയം. അവിടെ ഈ കുടുംബം ആരംഭിക്കുമ്പോൾ 2 വ്യക്തികളാണ്, ഭാര്യയും ഭർത്താവും. ഈ 2 വ്യക്തികള് തുടക്കമാണ്. ഈ വ്യക്തികളുടെ ഒന്നിച്ചുള്ള ജീവിതത്തില്, സ്നേഹം പങ്കുവെക്കുന്നതില് ദൈവം നൽകുന്ന സമ്മാനമാണ് അവരുടെ മക്കള്, അവർക്കുണ്ടാകുന്ന മക്കള്. അപ്പോൾ ദൈവം ആണ് മനുഷ്യനെ, സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ കണ്ടു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലാണ്, സാദൃശ്യത്തിലാണ്, ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡിലാണ്. ഈ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യലായിട്ട്, അസ്തിത്വപരമായിട്ട്, ദൈവത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത്, ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നത് 3 വ്യക്തികളായിട്ടാണ്. 3 വ്യക്തികളുണ്ടെങ്കിലും ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ഈ മാതൃകയാണ് കുടുംബത്തിന്റെ മാതൃക. 3 വ്യക്തികളുണ്ടെങ്കിലും ഒറ്റ ദൈവമായിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും മക്കളും. അതുകൊണ്ട് ത്രിത്വത്തിൽ 3 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ 3 പേരുണ്ടായാൽ മതിയല്ലോ എന്നുള്ളതല്ല. 3 അല്ല, സാധിക്കുന്നിടത്തോളം മക്കൾ നമുക്കുണ്ടാകണം. ദൈവം തരുന്നിടത്തോളം മക്കൾ ഉണ്ടാകണം. അല്ലെങ്കിൽ ത്രിത്വത്തിൽ 3 പേരേ ഉള്ളല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 3 പേര് മതി എന്നുള്ള ഒരു ചിന്ത ഈ ഒരു കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുമുണ്ട്. ഒരു കുഞ്ഞ് മാത്രം ഉള്ളിടത്ത്, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 കുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അതിന് പല ന്യായീകരണങ്ങളും കണ്ടെത്തി. പക്ഷെങ്കിൽ ഈ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടി 1 അല്ലെ 2 കുട്ടികൾ വളർന്നു വരുന്നത് കൊണ്ട് ഇവർക്കുണ്ടാകുന്ന മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാകുന്ന വിഷമം, ഏതെങ്കിലും ഒരു കാര്യം പങ്കുവെക്കാനുണ്ടാകുന്ന വിഷമം, ഇതെല്ലാം നമ്മൾ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എത്രമാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ നമുക്ക് സാധിക്കുമോ, ദൈവം തരുന്നുണ്ടോ, അത്രയും വേണമെന്ന് ഞാൻ പറയും. കാരണം ദൈവത്തിന്റെ ദാനമാണ് ഉദരത്തിന്റെ ഫലം. അപ്പോൾ ഭാര്യയും ഭർത്താവും ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളും, കുഞ്ഞു മാത്രമല്ല ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളും ചേരുന്ന ആ കുടുംബം എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഫാമിലി, ക്രിസ്ത്യൻ ഫാമിലി ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹോളി ട്രിനിറ്റി. ആ ട്രിനിറ്റിയിലുള്ള കമ്മ്യൂണിയന്റെ, അവിടെ 3 പേരേ ഉള്ളൂ, ഇവിടെ 3 അല്ല, അത് കൂടുതലുണ്ട്. ഭാര്യയും ഭർത്താവും ഉണ്ട്, അവർക്ക് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയാണ് നമുക്ക് മാതൃക. അതാണ് ഈ ഉൽപ്പത്തി 1:27 അർത്ഥം. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, പിന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, സ്ത്രീയും പുരുഷനുമായി അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ഒരു വ്യത്യാസം, സ്ത്രീ പുരുഷ വ്യത്യാസം, മനുഷ്യ ജീവനിലുള്ള സ്ത്രീ പുരുഷ വ്യത്യാസം എന്ന് പറയുന്നത് ഗോഡ് വിൽഡ് ആണ്, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീയും പുരുഷനുമായിട്ടാണ്. ഈ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. ഈ സ്ത്രീ പുരുഷന്മാരില് ദൈവം തന്നെയാണ് പരസ്പര ആകർഷണം അല്ലെങ്കിൽ ആകർഷത്വം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവം തന്നെയാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരസ്പര ആകർഷണത്തിന്റെ കാരണവും ദൈവം തന്നെയാണ്. കാരണം എന്തിനു വേണ്ടിയായിരുന്നു ദൈവം ഈ ഒരു ആകർഷണം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നത്? ദൈവം ആരംഭിച്ച ആ സൃഷ്ടികർമ്മം അത് ഇന്ന് തുടർന്നുകൊണ്ട് പോകേണ്ടത് മനുഷ്യരായ നമ്മളാണ്. മനുഷ്യരെ ദൈവം ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഏത് ഉത്തരവാദിത്വം? ദൈവികമായ സൃഷ്ടികർമ്മം. സ്രഷ്ടാവ് ദൈവമാണ്, സൃഷ്ടിക്കുന്നവൻ ദൈവമാണ്, ജീവന്റെ ഉറവിടം ദൈവമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുഞ്ഞിനെ നൽകുന്നത് ദൈവമാണ്. നമ്മള് ഈ മംഗളവാർത്തക്കാലത്ത് അനുസ്മരിക്കുന്നത് പോലെ സ്നാപയോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിൽ ജനിച്ചതും ഈശോ മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ചതും എല്ലാം ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്. അത് ഓരോ ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചും വാസ്തവമാണ്. ഏതൊരു കുടുംബ ബന്ധത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുഞ്ഞിനെ ലഭിക്കുന്നത് അത് ദൈവത്തിന്റെ ദാനമാണ്. കുഞ്ഞിനെ നൽകുക എന്നുള്ളത് ദൈവം നൽകുന്നതാണ്. ജീവൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ ദാനമാണ് ഓരോ പുതിയ ജീവനും. ഓരോ പുതുജീവനും യഥാർത്ഥത്തില് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യന്റെ മേലെ കരുതലുള്ളവനാണ് എന്നുള്ളതൊരു തെളിവാണ്. അതായത് മനുഷ്യവർഗം മുൻപോട്ട് പോകണം,
ഈ മനുഷ്യന് ഈ പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ഒരു അമ്മയെ സംബന്ധിച്ചുള്ള സന്തോഷം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അപ്പനുണ്ടാകുന്ന സന്തോഷം, കുടുംബത്തിലുണ്ടാകുന്ന ആനന്ദം, ആ മനുഷ്യ ജീവിതം ആനന്ദപൂർണമാകണം, സന്തോഷപൂർണമാകണം എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം കുഞ്ഞുങ്ങളെ നൽകുന്നത്. മനുഷ്യവർഗത്തിന്റെ തുടർച്ചയ്ക്ക് ഇത് ആവശ്യവുമാണ്. അപ്പോൾ ദൈവ പദ്ധതിയുടെ ആരംഭം മുതലുള്ള ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ് ഈ കുടുംബ ജീവിതം എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിന്റെ ഛായയും സാദൃശ്യം എന്ന് പറയുന്നത് കമ്മ്യൂണിയനാണ്. കമ്മ്യൂണിയൻ ഓഫ് 3 പേഴ്സൺസ് ആണ് ദൈവം. 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ്. 3 വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുന്നതാണ്, എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ത്രിത്വം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. കുടുംബം ഇത് തന്നെയായിരിക്കണം. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമുണ്ട്, പക്ഷെ അവിടെ ഒരൊറ്റ ഹൃദയമേ ഉള്ളൂ. ആദിമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് ജെറൂസലമിലെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം പന്തക്കുസ്താ ദിനത്തില് പരിശുദ്ധാരൂപി വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ പ്രസംഗം കേട്ടിച്ച് 3000 പേര് മാമോദിസ മുങ്ങി. സ്ലീഹന്മാരുടെ പ്രവർത്തനം അഥവാ അപ്പസ്തോല പ്രവർത്തനത്തില് ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് 2-ാം അധ്യായത്തില് 42 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. മാമോദിസ മുങ്ങിയവര്, പന്തക്കുസ്താ ദിനത്തിൽ മാമോദിസ മുങ്ങിയവര് ഏക ആത്മാവും ഏക ഹൃദയവുമായിരുന്നു എന്നുള്ളത്. ഇതേ കാര്യം തന്നെ അപ്പസ്തോല പ്രവർത്തനം ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് 4-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിലും പറയുന്നുണ്ട്. അവർക്കെല്ലാം ഒരൊറ്റ, വിശ്വസിച്ചുള്ളവർക്കെല്ലാം ഒരൊറ്റ ഹൃദയമായിരുന്നു, ഒറ്റ ആത്മാവായിരുന്നു, ഒറ്റ മനസ്സായിരുന്നു എന്ന്. അപ്പോൾ അതെല്ലാം ത്രിത്വത്തിന്റെ മാതൃകയിലാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മയിലേക്കാണ്, ഈ ഐക്യത്തിലേക്കാണ്, ആ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് പറയുമ്പോൾ. പിന്നെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ച ആ ഭാഗത്തിന്റെ വേറൊരു അതിന്റെ സൂചന നമ്മൾ കാണുന്നത് 2-ാം അധ്യായത്തിലാണ്. ഇപ്പൊ 1-ാം അധ്യായത്തിൽ 27-ാം വാക്യം നമ്മൾ വായിച്ചു. 2-ാം അധ്യായത്തില് ഈ സൃഷ്ടിയുടെ തന്നെ വേറൊരു വിവരണം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തിയുടെ തന്നെ 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും വായിക്കാവോ? ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ അവൻ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടുന്ന് മാംസം കൊണ്ട് മൂടി. മനുഷ്യരിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഈ ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഫരിസേയർ വന്ന ഈശോയോട് വിവാഹ ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, സ്രഷ്ടാവ് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, ആദിയിൽ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നതും, തുടർന്ന് ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ദൈവമാണത് യോജിപ്പിച്ചത്, അത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറയുന്നതും നമ്മൾ വായിച്ചു. മത്തായി അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ. അവിടെ നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം 27-ാം വാക്യവും ഇപ്പോൾ നമ്മൾ വായിച്ച 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളുമാണ്. ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ദൈവം ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത്. ഭാര്യ ഭർത്താവിന്റെ വാരിയലാണ്. ഈ വാരിയലിന്റെ പ്രത്യേകത എന്താണ്? ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന അസ്ഥികളാണ് വാരിയല്.
ഹൃദയത്തെ സംരക്ഷിക്കുന്നത് ഈ വാരിയലുകളാണ്. അപ്പോൾ ഈ ഒരു ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തി ആ ബന്ധം കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വിവരണം ഇവിടെ നമ്മൾ കാണുന്നത് സൃഷ്ടിയെക്കുറിച്ചുള്ളത്. അപ്പോൾ പുരുഷന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തി വാരിയൽ എപ്രകാരം ഹൃദയത്തോട് അടുത്തിരിക്കുന്നു അതുപോലെ ആണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഏറ്റവും മനോഹരമായ ഒരു പ്രേമ ഗീതം എന്ന് പറയാവുന്നത് 23-ാം വാക്യമാണ്. ഇതിൽ മനോഹരമായിട്ട് ഒരു സ്നേഹിക്കുന്ന ഒരു പുരുഷന് ഭാര്യ അല്ലെങ്കിൽ സ്നേഹിതയോടോ ഭാര്യയോടോ ഭാര്യയോടോ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയുവാൻ സാധിക്കുകയില്ല. എത്രയോ മനോഹരമാണെന്ന് നോക്കിയ 23-ാം വാക്യം, ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഇത് പറയാൻ സാധിക്കണം എന്നും ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം. ഈ ഒരു ഹൃദയ ബന്ധമുണ്ടാകണം, ഈ ഒരു ഊഷ്മളത ഉണ്ടാകണം നിങ്ങളുടെ ബന്ധത്തിൽ. അത് നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും ഇവിടെ വരരുത്. ഈ ആദി മാതാപിതാക്കന്മാർ പരസ്പരം പറഞ്ഞ, അല്ലെങ്കിൽ ആദം ഹവ്വായെ കണ്ടപ്പോൾ പറഞ്ഞ ഈ വാചകം 2-ാം അധ്യായത്തിലെ 23-ാം വാക്യം ഒരിക്കലും നിങ്ങൾ വിസ്മരിക്കരുത്. ഈ ഒരു ബന്ധത്തിന് ഒരിക്കലും കുറവുണ്ടാകരുത്. ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. ഈ ഒരു ഊഷ്മളത നമ്മുടെ ബന്ധത്തിനുണ്ട് എങ്കിൽ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറവുണ്ടായാലും അതിനെ വലിയ കാര്യമായിട്ട് ഗണിക്കുകയില്ല. അത് അവഗണിച്ച് കളയാനും ജീവിത പങ്കാളി ആയിരിക്കുന്നത് പോലെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കും. കാരണം നിങ്ങളെ യോജിപ്പിക്കുന്നത് ആരാണ്? ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടല്ലേ ഇപ്പം ഇത് ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ വീട്ടുകാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ലേ എന്നൊക്കെ. ഇവിടെ ഈ മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ട്. ഇല്ല, അത് ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും മനുഷ്യ വ്യക്തികളിലൂടെയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ പറയുന്ന മാരേജ് ബ്യൂറോകളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ഒക്കെ നിങ്ങളുടെ ഈ വിവാഹ ഒരുക്കത്തില് അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ നിശ്ചയമായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷെ അതിനെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഉരുവാകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് ഈ പദ്ധതി നിങ്ങളെ കുറിച്ചുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും രണ്ട് ജീവിത പശ്ചാത്തലങ്ങളിൽ വളർത്തിക്കൊണ്ട് വന്നത്, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ജന്മം നൽകിയതും നിങ്ങളെ വളർത്തിക്കൊണ്ട് ഇന്ന് വരെ കൊണ്ടുവന്നതും ഇന്ന് അല്ലെങ്കിൽ ഇനി നിങ്ങളെ യോജിപ്പിക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ആ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. ഈ ദൈവം യോജിപ്പിക്കുന്നത് മനുഷ്യൻ ഒരിക്കലും വേർപെടുത്തുവാൻ പാടില്ല. രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവിടെ കുറവുകൾ ഉണ്ടാകാം. ഒരു മനുഷ്യ വ്യക്തിയും പൂർണ്ണയോ അല്ലെന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ദാനമാണ്, ഏറ്റവും വലിയ ദാനമാണ് ഇതെന്ന് മനസ്സിലാക്കി ജീവിത പങ്കാളിയെ, ഭാര്യ ഭർത്താവിനെയും സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ, ഈ 23-ാം വാക്യം ഹൃദയപൂർവ്വം പറയുവാൻ പറ്റുമ്പോൾ, ആ ഊഷ്മളത ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ ഒരു ബന്ധത്തിൽ എന്നും ഈ ഊഷ്മളതയോടെ സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് ഈശോ പറയുന്ന കാര്യം. അപ്പോൾ വളരെ അടിസ്ഥാനപരമായിട്ട് വിവാഹത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥ ദർശനം ഇതാണ്. ദൈവം മനുഷ്യനെ, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീയും പുരുഷനുമായിട്ടാണ്. നിങ്ങളെ വിവാഹത്തിൽ ഒന്നിപ്പിക്കാൻ പോകുന്നത് ദൈവം തന്നെയാണ്. ഈ ദൈവം യോജിപ്പിക്കുന്നതിനെ തടസ്സമായിട്ട് ഇതിനെ വിച്ഛേദിക്കുന്ന ഒരു സംഗതിയും ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുള്ള കുറവുകളാകാൻ പാടില്ല, മറ്റൊരു വ്യക്തിയുമാകാൻ പാടില്ല, മറ്റൊരു സാഹചര്യവുമാകാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണനകളാകാൻ പാടില്ല. ഇപ്പോൾ നമുക്കിന്നുള്ള എന്നതാണ്, സമ്പത്തില്ലെന്ന് വന്നേക്കാം, ആരോഗ്യം കുറഞ്ഞു പോയേക്കാം, സൗന്ദര്യം കുറഞ്ഞു പോയേക്കാം, ഇതൊക്കെ സംഭവിക്കാം. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിലെ സ്വാഭാവികമാണ് താനും. പക്ഷെ എന്ത് സംഭവിച്ചാലും ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ജീവിത പങ്കാളിയാണ് ഇവൾ എന്നുള്ള ആ ബോധ്യത്തോടെ നമ്മൾ ആരംഭിക്കുന്നില്ല എങ്കിൽ, ആ അടിസ്ഥാന ബോധ്യം നമുക്കില്ല എങ്കിൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ വരുമ്പോൾ വഴക്കടിക്കുന്നതിനും, ആ വഴക്ക് ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, വളരെ കോമൺ ആയിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വിവാഹമോചനം എന്ന് നമുക്കറിയാം. വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ
പലപ്പോഴും വിവാഹമോചനങ്ങളിൽ എത്തി നിൽക്കുന്ന ബന്ധങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്തതുപോലെ അതുപോലെ ഇല്ലാതിരുന്ന ആ കാര്യം വളരെ വിരളമായിട്ട് മാത്രം നടന്നിരുന്ന ആ കാര്യം ഇന്ന് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അതെന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. വിവാഹം എന്ന കൂദാശ വഴി ആ കൂദാശ വഴി നിങ്ങളെ യോജിപ്പിക്കുന്ന ദൈവമാണ്. ദൈവം യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേർപെടുത്താൻ മനുഷ്യന് അവകാശമില്ല. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടം തന്നെ ഒരു സഭ നൽകുന്നത്. ഒരുക്കത്തിന്റെ കാലഘട്ടം നൽകുന്നതും ഈ ഒരുക്കത്തിന് വേണ്ടി ഇങ്ങനെ ചില പ്രോഗ്രാംസ് സഭ സംഘടിപ്പിക്കുന്നതും എല്ലാം അതുകൊണ്ടാണ്. അപ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പദ്ധതിക്ക് കീഴ്വഴങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പദ്ധതി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ പദ്ധതിയോട് സഹകരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ആ ഛായ, ദൈവത്തിന്റെ ആ സാദൃശ്യം അത് കൂട്ടായ്മയുടേതാണ്, കമ്മ്യൂണിയന്റേതാണ്. ആ കമ്മ്യൂണിയന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലൂടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ലോകത്തിൽ കാണിച്ചു കൊടുക്കുവാൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ ആ പ്രവൃത്തി, ദൈവത്തിന്റെ സൃഷ്ടികർമ്മം തുടർന്നുകൊണ്ട് പോകുന്നതിന് അവിടുത്തോട് സഹകരിക്കാൻ. ജീവൻ അവിടുന്ന് നൽകിക്കൊള്ളും. പക്ഷെ ആ സൃഷ്ടികർമ്മം തുടർന്നുകൊണ്ട് പോകുന്നതിൽ, ജീവൻ നിലനിർത്തുന്നതിൽ ഒരു പങ്ക് ഭാര്യാഭർത്താക്കന്മാരായ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ദൈവം. അത്രയും വിശ്വാസമാണ് ദൈവത്തിന് നിങ്ങളിൽ. അതുകൊണ്ടാണ് ആ ദൈവികമായ കർമ്മം, ജീവൻ നൽകുക എന്നുള്ള കർമ്മം നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ ജീവൻ നൽകുക എന്നുള്ളതും ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവമായ സ്നേഹത്തിന്റെ ഫലമായിട്ടാണ്. അതാണ് തൃത്വത്തിന്റെ മാതൃക തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് തൃത്വത്തിലെ 3 വ്യക്തികളെ ഒന്നിച്ചു നിർത്തുന്നത് അവർ തമ്മിലുള്ള സ്നേഹമാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു, പരിശുദ്ധ റൂഹ പിതാവിനെ പുത്രനെ സ്നേഹിക്കുന്നു. ഈ 3 പേരും തമ്മിലുള്ള സ്നേഹത്തിന്റെ കൂട്ടായ്മയാണത്. പരിശുദ്ധ ത്രിത്വം ഈ 3 ആളുകളുടെ സ്നേഹ കൂട്ടായ്മയാണ്. ഈ സ്നേഹ കൂട്ടായ്മയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതും. ദൈവം പറയുന്നുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്നല്ലേ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിക്കാവോ? 1:26 ദൈവം പറയുന്നത് എന്താന്ന് കേൾക്കാം. സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ. അപ്പോൾ ദൈവത്തിന് ഒരാലോചനയുണ്ട്. ദൈവം ആരോടായി നമുക്കെന്ന് പറയുന്നത്? തൃത്വത്തിലെ 3 ആളുകളും തമ്മിൽ പറയുന്നതാണ്. പിതാവ് പുത്രനോടും റൂഹായോടും പറയുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും. നമ്മുടെ ഛായയും സാദൃശ്യവും ഈ കമ്മ്യൂണിയൻ ഓഫ് ലവ്, സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. അപ്പോൾ ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്, ആ കൂട്ടായ്മയിലേക്കാണ് കൂദാശയിലൂടെ, വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം നിങ്ങളെ യോജിപ്പിക്കുന്നത്. ഈ സ്നേഹത്തിൽ നിന്നാണ് ജീവൻ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 1:26 പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്ന് പറഞ്ഞു. അവിടെ ആ സ്നേഹമാണ് കാണുന്നത്. ഇനി ആ സ്നേഹത്തിൽ നിന്നാണ് ഉത്ഭുതമാകുന്നത്, ഉത്ഭവിക്കുന്നത് എന്താണ്, ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്താണ്? മനുഷ്യജീവനാണ്. അതാണ് 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിന്റെ തൃത്വത്തിലുള്ള ആ 3 വ്യക്തികളുടെ കൂട്ടായ്മയുടെ, സ്നേഹ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹത്തിൽ നിന്നാണ്, സ്നേഹ പങ്കുവെക്കലിൽ നിന്നാണ് പുതിയ ജീവൻ ഉത്ഭവിക്കുന്നത്. ആ സ്നേഹം പങ്കിടുന്നതിലാണ് ദൈവം പുതിയ ജീവനെ നൽകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോഴും ദൈവമാണ് ഈ ജീവനെ നൽകുന്നത്. സൃഷ്ടാവ് ദൈവമാണ്. ജീവൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് ഓരോ ജീവനും ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ ജീവന്റെയും പ്രാധാന്യമാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ അമൂല്യമായിരിക്കുന്നത് പോലെ, നാം ഓരോ വ്യക്തിയും യുണീക്ക് ആയിരിക്കുന്നത് പോലെ. നമ്മളിപ്പോ ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചു, നമ്മളെപ്പോലെ ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെയോ സഹോദരിയെ പോലെ വേറൊരാളെ കണ്ടിട്ടുണ്ടോ? ഒരുപോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുമില്ല. ട്വിൻസ് ആണെങ്കിൽ പോലും, ഇരട്ടകളാണെങ്കിൽ പോലും നമുക്കറിയാം വ്യത്യാസങ്ങളുണ്ട് അവർ തമ്മിൽ. ഐഡന്റിക്കൽ ട്വിൻസ് നമ്മൾ പറയുമെങ്കിൽ പോലും അവർ തമ്മിൽ അത്ര ഐഡന്റിക്കൽ അല്ലെന്ന് നമുക്കറിയാം.
അപ്പോൾ ഒരു വ്യക്തിയെ പോലെ വേറൊരു വ്യക്തിയില്ല, ഒരുപോലെ ഒരു വ്യക്തിയില്ല. ചില കാര്യങ്ങളിലൊക്കെ സാദൃശ്യം കണ്ടേക്കാം, സാമ്യം കണ്ടേക്കാമെങ്കിലും. അപ്പോൾ അതെല്ലാം വ്യക്തമാക്കുന്നത് ദൈവത്തിന്റെ മുമ്പില്, ദൈവത്തിന്റെ പദ്ധതിയിൽ ഓരോ ജീവനുമുള്ള ആ അമൂല്യതയാണ്, ആ മൂല്യമാണ്. ഓരോ മനുഷ്യജീവനും യുണീക്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. വളരെ നിസ്സാരമായിട്ട് മനുഷ്യൻ ജീവനെ പരിഗണിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായും ബെനഡിക്റ്റ് മാർപ്പാപ്പായും ഒക്കെ അതേക്കുറിച്ച് പറയുമായിരുന്നു, നമ്മൾ ജീവിക്കുന്നത് ഒരു മരണ സംസ്കാരത്തിലാണ് എന്ന്. മരണത്തിന്റെ സംസ്കാരത്തിലാണ് എന്ന് പറഞ്ഞാൽ ജീവനെ അവഗണിക്കുന്ന, ജീവനെ വിലമതിക്കാത്ത ഒരു സംസ്കാരത്തിലാണ്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായും ബെനഡിക്റ്റ് മാർപ്പാപ്പായും പറയാറുണ്ടായിരുന്നു, ഈ മരണ സംസ്കാരത്തിൽ നിന്ന് ജീവന്റെ സംസ്കാരത്തിലേക്ക്, ജീവന്റെ സംസ്കൃതിയിലേക്ക് നമ്മൾ വളരണമെന്ന്. അപ്പോൾ മരണ സംസ്കാരത്തിൽ നിന്ന് ജീവന്റെ സംസ്കാരത്തിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ജീവനെ അല്പം കൂടി ആദരവോടുകൂടി കാണണം, സ്വീകരിക്കണമെന്നാണ്. അത് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ കേൾക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം, അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം ഈ ജീവനോടുള്ള ആദരവില്ലായ്മയാണ്. അപ്പോൾ അതിന് പല ന്യായീകരണങ്ങളും പലരും, ഗവൺമെന്റുകൾ പറയും, ഡോക്ടർമാർ പറയും, അത് രണ്ടാഴ്ച വരെ കുഴപ്പമില്ല, അല്ലെങ്കിൽ 6 മാസം വരെ കുഴപ്പമില്ല, ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ പറയും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു മനുഷ്യജീവൻ, ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മനുഷ്യജീവൻ എപ്പോഴാണ് മനുഷ്യജീവനാകുന്നത്? ആർക്കെങ്കിലും പറയാവോ? എപ്പോഴാണ് അത്? എത്ര ദിവസം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ എത്ര ആഴ്ച കഴിയുമ്പോഴാണ്, എത്ര ആഴ്ച കഴിയുമ്പോഴാണ് ഒരു വ്യക്തിയായി തീരുന്നത്? ആർക്കെങ്കിലും പറയാവോ? മാർട്ടിൻ പറയാൻ വേണ്ടിയാണോ? 24 മണിക്കൂർ അല്ല. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? 18 ദിവസം. 18 ദിവസം അല്ല. 3 ആഴ്ച അല്ല. ഒന്നുകൂടെ പറയോ? 90 days. 90 ഡേയ്സും അല്ല. യെസ്. അതായത് ഈ പറയുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഈ അണ്ഡം ബീജവുമായി സങ്കലനം ചെയ്യുന്ന ആ നിമിഷം ഉണ്ടല്ലോ, ഓവം സ്പേമുമായിട്ട് ഒന്നിക്കുന്ന ആ നിമിഷം, അവിടെയാണല്ലോ ഒരു ജീവൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫീറ്റസ്, ഒരു ഭ്രൂണം ഉത്ഭവിക്കുന്നത് ഈ ആ ബന്ധത്തിലാണ്, ആ ഒരു നിമിഷത്തിലാണ്. സ്പേം ഓവവുമായിട്ട് സന്ധിക്കുന്ന ആ നിമിഷം, ആ നിമിഷം എപ്പോൾ സന്ധിക്കുന്നുവോ, എപ്പോൾ അവിടെ ഒരു ആദ്യ ആ സെക്കൻഡ് തന്നെ, ആ സെക്കൻഡ് അല്ലെങ്കിൽ അതിലും ചെറിയ ഒരു സ്പ്ലിറ്റ് ഉണ്ടെങ്കിൽ, സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ഉണ്ടെങ്കിൽ, അതായത് ആ സംഭവിക്കുന്ന ആ നിമിഷം മുതൽ മനുഷ്യജീവനാണ്. ആ നിമിഷത്തിൽ ദൈവം ആ പുതുജന്മത്തില്, പുതുജീവനിൽ ആത്മാവിനെ നിക്ഷേപിക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ ലോകവും നമ്മുടെ രാഷ്ട്രീയക്കാരും എല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന. നിങ്ങൾ പറഞ്ഞ ഉത്തരത്തെക്കുറിച്ചൊന്നും എനിക്ക് പരാതിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് നമ്മൾ വളരുന്നത്. പല തീയതികൾ, പല ഡേറ്റുകൾ നിങ്ങൾ പറഞ്ഞു, 24 മണിക്കൂർ എന്ന് പറഞ്ഞു, 8 ദിവസം എന്ന് പറഞ്ഞു, 3 ആഴ്ച എന്ന് പറഞ്ഞു. ഇതൊന്നും നമ്മുടെ ഒരു പ്രശ്നം കൊണ്ടല്ല, നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഒരാഴ്ച അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ, ഇപ്പൊ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പിറ്റേ ദിവസം തന്നെ, അല്ലെങ്കിൽ രാവിലെ തന്നെ ഇത് നശിപ്പിക്കുവാനുള്ള ഒരു ഗുളിക എടുക്കുന്നു, അതൊരു വലിയ പാപമൊന്നുമല്ല. അല്ലെങ്കിൽ ഒരാഴ്ചയായുള്ളൂ അത് നശിപ്പിച്ച് കളയുന്നു, അല്ലെങ്കിൽ 3 ആഴ്ചയായുള്ളൂ അത് നശിപ്പിക്കുന്നു. ഇതൊന്നും അതിനെക്കുറിച്ച് അബോർഷൻ എന്നുള്ള പദം പോലും ഇപ്പൊ ഉപയോഗിക്കുകയില്ല. അത് റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ അത് ഏതാണ്ട് പൊടിപടലം പറ്റുന്ന തൂത്ത് കളഞ്ഞെന്ന് പറയുന്നത് പോലെയുള്ള നിസ്സാരമായിട്ട് അതിനെ കാണുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അതാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഒരു ബോധ്യം. അതാണ് ജീവൻ അത് ഉത്ഭവിക്കുന്ന ആദ്യ നിമിഷം മുതൽ തന്നെ, ആ സെക്കൻഡിൽ മുതൽ തന്നെ യുണീക്കാണ്. അവിടെ ദൈവം നമുക്ക് ഇന്ന് എത്ര വർഷം പ്രായമുണ്ടോ നമുക്ക്, ആ ജീവൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉത്ഭൂതമാകുന്ന ആ ഭ്രൂണത്തിന്റെ, ആ ഫീറ്റസിന്റെ ആദ്യത്തെ നിമിഷം. അതൊരിക്കലും മറക്കരുതാത്ത കാര്യമാണ്. പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ല ഈ ഭ്രൂണത്തില്, ഈ ഫീറ്റസില് ആത്മാവ് പ്രവേശിക്കുന്നത്. അവിടെയല്ല അത് മനുഷ്യജീവനായി മാറുന്നത്, ആ നിമിഷത്തിൽ തന്നെയാണ്. നമുക്കറിയാം എന്നതാണ് സ്പേംസ് ഉണ്ടെങ്കിലും ഈ ബന്ധം ഉണ്ടാകുന്നത്, ഈ ഒരു ബന്ധമുണ്ടാകുന്നത് ഒരു ഓവം ഒരു സ്പേമായിട്ടാണല്ലോ. അതും ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ ആ ബന്ധത്തിൽ തന്നെ ജീവൻ ഉത്ഭവിക്കുന്നു. ആ നിമിഷം മുതൽ തന്നെ ജീവൻ പരിശുദ്ധമാണ്, അത് ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ഈ ഭ്രൂണഹത്യ എന്നുള്ള അത് ആ പേരിലൊക്കെ പറയുന്നില്ല എങ്കിലും പിറ്റേ ദിവസം, അതായത് ഭാര്യാഭർത്തൃ ബന്ധം നടക്കുന്നു, പിറ്റേ ദിവസമാണ് നശിപ്പിക്കുന്നതെങ്കിലും നമ്മളിൽ ഒരാളെ കൊല്ലുന്നത് പോലെ തന്നെയാണ്. ഇനി നമ്മളിൽ ഒരാളെ കൊല്ലുമ്പോൾ നമുക്ക് എതിർക്കുവാനെങ്കിലും പറ്റും. ഒരാള് നമ്മളെ വധിക്കാനായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ശബ്ദമിടാൻ പറ്റും, മറ്റുള്ളവരുടെ സഹായം നേടാൻ പറ്റും, നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഈ ഒരു ദിവസം പ്രായമുള്ള, അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഒന്ന് കരയാൻ പോലും പറ്റുകയില്ല, ഒന്ന് കരയാൻ പോലും സാധിക്കില്ല. ഇത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷണം നടത്തുന്നത് നല്ലതാണ്. നമുക്കിന്ന് ഗൂഗിളിലും മറ്റുമൊക്കെ ഇത് അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ, ഈ പറയുന്ന മെഡിക്കലായിട്ട്. അല്ലാതെ ആരെങ്കിലും പറയുന്ന റിയൽ ഒരു മെഡിക്കൽ എക്സ്പെർട്ടീസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഏത് നിമിഷമാണ് ജീവൻ ഉണ്ടാകുന്നത് എന്നുള്ളത്. അതാ യൂണിയന്റെ നിമിഷം തന്നെ, അതായത് ഈ അണ്ഡവും ബീജവും സങ്കലനം നടക്കുന്ന ആ നിമിഷം തന്നെ അവിടെ മനുഷ്യനായി തീരുകയാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് അടിവരയിട്ട് ഓർപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. ദൈവത്തിന്റെ അനാദി മുതലുള്ള പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങളുടെ അമ്മമാരുടെ ഉദരങ്ങളിൽ നിങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഈ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തുടർച്ചയാണ്. അതാണ് ഇന്ന് അത് റിയലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദൈവം ഇത് പണ്ടേ മുൻകൂട്ടി കണ്ടത്, നിങ്ങളെ ഇതിനു വേണ്ടി ഒരുക്കിക്കൊണ്ട് വന്നതുമാണ്. 2, നിങ്ങളുടെ ബന്ധത്തിൽ ദൈവം നൽകുന്ന, അത് എത്ര കുഞ്ഞുങ്ങളെ ദൈവം നൽകുന്നുണ്ടോ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നതാണ് ഈ ഭൂമിയിൽ ഈ കുഞ്ഞുകൂടി ഉണ്ടാകണമെന്നുള്ളത്. ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മൾ തടസ്സം നിൽക്കരുത്. അപ്പോൾ ഈ അബോർഷന് കൂട്ടുനിൽക്കുകയോ അബോർഷൻ നടത്തുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, അത് ഏതാണെങ്കിലും ഒരുപോലെ തിന്മയാണ് താനും, പാപമാണ് താനും. ഇനി ഇങ്ങനെയുള്ള കൃത്യങ്ങളിൽ ഇതിനെ സഹകരിക്കുകയോ ഇതിനെ പ്രേരിപ്പിക്കുകയോ ഇതിന് വിധേയരാവുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിൽക്കുകയോ ചെയ്യുന്നവരെ അവരുടെ ജീവിതകാലം മുഴുവനും ഈ ഒരു കൊല നടത്തിയതിന്റെ വേദന ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നവരുമായിരിക്കും. ഒരു വൈദികൻ എന്നുള്ള നിലയിൽ, പുരോഹിതൻ എന്നുള്ള നിലയിൽ പലരുടെയും ഈ വേദന കേൾക്കുന്നതിന് അവസരം ലഭിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു അബോർഷൻ നടത്തിയിട്ടുള്ള ഒരു സ്ത്രീ, അബോർഷൻ നടത്തുവാൻ ഭാര്യയെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ഭർത്താവ്, അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കിയ, സഹായിച്ച, അതിനെ പ്രേരിപ്പിച്ച കുടുംബാംഗങ്ങള്, ഇവരുടെ ഒക്കെ ജീവിതത്തില് മാഗ്ബത്തില് നമ്മൾ വായിക്കുന്നില്ലേ, ആ രക്തക്കറ എത്ര കഴുകിയിട്ടും പോകാത്ത കൊല നടത്തിയ വ്യക്തിയുടെ ആ ഒരു ഫീലിംഗ്, ആ ഗിൽറ്റ് ഫീലിംഗ് ജീവിതകാലത്ത് ഒരിക്കലും വിട്ടുപോകില്ല. ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഈ പറയുന്ന തിന്മ ചെയ്യുന്നവരെ വേദനിപ്പിക്കുന്ന സംഗതി അതാണ്. കാരണം ഒരു അരും കൊല നടത്തിയല്ലോ എന്നുള്ള ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഈ പറയുന്ന അബോർഷൻ നടത്തുകയോ അതിന് കൂട്ടുനിൽക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ ജീവിതകാലം മുഴുവനും ഉണ്ട്. ഇത്
അനുഭവങ്ങള് പങ്കുവെക്കുന്നത് കേട്ടിട്ടുള്ളതിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ പറഞ്ഞ ഇതിന് ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടുപോയിട്ടുള്ളവര് നിങ്ങൾ ചോദിച്ചാൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മറ്റേതൊരു തിന്മയെക്കാളും ഈ തിന്മയുടെ കറ അത് എത്ര കഴുകിയാലും പോവില്ല എന്നുള്ളതാണ്. അത് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്നുപെടരുത്. ദൈവം നൽകുന്ന ജീവൻ ഒരു കാരണവശാലും നമ്മൾ നശിപ്പിക്കരുത്. ഏതൊരു പുതുജീവനും അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് പല ന്യായീകരണങ്ങളും കാണും. അതിപ്പം വേണ്ടായിരുന്നു, ഇത്രയും പെട്ടെന്ന് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഒരാള് കഴിഞ്ഞ വർഷം ജനിച്ചതല്ലേ ഉള്ളൂ, ഉടനെ ഇപ്പൊ ഒരാളെ കൂടെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലിയെ ബാധിക്കും. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊന്നും അവിടെ ദൈവ പദ്ധതിയിൽ ദൈവത്തിന്റെ പദ്ധതി വേറെയാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ പദ്ധതി. അപ്പോൾ അതുകൊണ്ട് ഓരോ മനുഷ്യ ജീവനും അമൂല്യമാണ് എന്നുള്ളതും, അത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളതും, ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കരുത്. അതാണ് എനിക്ക് ഓർപ്പിക്കാനുള്ള മറ്റൊരു കാര്യം. ഇനി വേറൊരു, ഈ വിവാഹ ബന്ധത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്, ഈ സ്രഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യനോടുള്ള ബന്ധം വ്യക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രൂപകം, ഇമേജറി ഏതാണെന്നറിയാവോ? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ വേണ്ടി. ദൈവം സ്രഷ്ടാവാണ്, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ അവനാണ്. മനുഷ്യവർഗം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ദൈവം സ്വീകരിക്കുന്ന ഇമേജറി, പ്രതീകം, അല്ലെങ്കിൽ ആ രൂപകം ഏതാണെന്ന് പറയാവോ ആർക്കെങ്കിലും? ആര് തമ്മിലുള്ള ബന്ധത്തോടാണ്, അല്ലെങ്കിൽ ഏത് തരം ബന്ധത്തോടാണ് ദൈവം സ്വയം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഉപമിക്കുന്നത്, കമ്പയർ ചെയ്യുന്നത്? സഭയോട് ഉണ്ട്. അതിന് പഴയ നിയമത്തിൽ സഭയില്ലല്ലോ. ഭാര്യാഭർത്തൃ ബന്ധത്തോടാണ് ദൈവം ദൈവജനത്തോടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തെ ഉപമിക്കുന്നത്. നമുക്ക് ധാരാളം ടെക്സ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പഴയ പ്രവാചകന്മാരിൽ നിന്ന്, പ്രവാചകന്റെ പുസ്തകം, യേശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം ഒന്നെടുക്കാം. യേശയ്യ 54. യേശയ്യ പ്രവാചകന്റെ പുസ്തകം, പ്രോഫറ്റ് ഐസായ ചാപ്റ്റർ 54. ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആദ്യത്തെ വാക്യങ്ങൾ മുതൽ വായിക്കാം. 54 1 മുതൽ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത പന്നിയെ പാടിയിറക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാഗ്നിയുടെ മക്കളാണ് ഭർതൃമതികളുടെ മക്കളേക്കാൾ അധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയുമില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈദവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയുമില്ല. ഇനിയുള്ള വാക്യങ്ങൾ മുതലാണ് പ്രധാനപ്പെട്ടത്. ഇനിയുള്ള വാക്യങ്ങൾ വായിക്കാം. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവന്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തിയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ പോലെ സന്തപ്ത ഹൃദയയായ നിന്റെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുൾ ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചനായ കർത്താവ് അരുൾ ചെയ്യുന്നു. അത്രയും മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാചകം,
5-ാം വാക്യമാണ്. 5-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? 5-ാം വാക്യം, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സ്രഷ്ടാവ് ആരാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു. ക്രിയേറ്റർ ഗോഡ്, എല്ലാ ജീവന്റെയും മനുഷ്യജീവന്റെയും സ്രഷ്ടാവ്, ജീവൻ നൽകുന്നത് ദൈവമാണ്. ഇസ്രായേലിനോട് പറയുകയാണ്, നിന്റെ ഭർത്താവ് നിന്റെ സ്രഷ്ടാവ് തന്നെയാണ്, നിന്റെ ദൈവം തന്നെയാണ്. ഇനി ഇവിടെ ഒരു അല്പസമയത്തേക്ക് ഉപേക്ഷിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാവോ? ചരിത്രം എന്താണെന്നറിയാവോ? ഇസ്രായേൽ ജനം ദൈവത്തോട് വിശ്വസ്തത കാണിക്കാതെ, ഇസ്രായേൽ ജനത്തെ, യാക്കോബിന്റെ മക്കളാണല്ലോ ഇസ്രായേൽ എന്ന്, യാക്കോബിന്റെ മറുപേരാണ് ഇസ്രായേൽ എന്നുള്ളത്. യാക്കോബിന്റെ 12 മക്കളും അവരുടെ മക്കളുടെ മക്കളുമാണ് ഇസ്രായേൽ ജനമാകുന്നത്. സീനാ ഉടമ്പടിയിൽ വെച്ച്, സീനാ മലയിൽ വെച്ച് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് അവർ ദൈവത്തിന്റെ ജനമായത്. അവിടുന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എന്റെ ജനമായിരിക്കുമെന്ന്. അങ്ങനെ അവിടെയാണ് ആ ബന്ധം. നിങ്ങൾ വിവാഹ ബന്ധത്തിൽ ദേവാലയത്തിൽ വെച്ച് ഉടമ്പടി ചെയ്യുന്നത് പോലെ ദൈവം യഥാർത്ഥത്തിൽ സീനാ മലയിൽ വെച്ച് ഇസ്രായേലുമായിട്ട്, യാക്കോബിന്റെ കുടുംബവുമായിട്ട്, മക്കളുടെ മക്കളുമായിട്ട് ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. സീനാ ഉടമ്പടിയെയാണ് യഥാർത്ഥത്തിൽ ദൈവം, പഴയ നിയമത്തിൽ ദൈവം യാഹ്വേ വിവാഹ ഉടമ്പടിയായിട്ട്, സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യനെ തന്റെ ഭാര്യയായി സ്വീകരിക്കുന്നത്. ഭാര്യാഭർത്തൃ ബന്ധം അവിടെ ഉണ്ടെന്നല്ല, ആ ഒരു ബന്ധം, ആ ഒരു കമ്മ്യൂണിയനിലേക്കാണ് ദൈവം ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവം സ്വന്തമായിട്ട് സ്വീകരിച്ചു, നിങ്ങളുടെ സ്വന്തമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം എന്നും ഫെയ്ത്ത്ഫുൾ ആയിരുന്നു താനും, ദൈവം എന്നും വിശ്വസ്തനായിരുന്നു താനും. പക്ഷെ ഇസ്രായേൽ എന്നും വിശ്വസ്തരായിരുന്നോ? അല്ല. ഇസ്രായേലിന്റെ പ്രശ്നം എന്തായിരുന്നു? അവര് എത്തിയ ദേശത്തെല്ലാം എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളുടെ പുറകെ പോയി. അവിടെ അല്പം കൂടി ആകർഷകമായിട്ട് ചില ദൈവങ്ങളെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ചില കാര്യസാധ്യങ്ങൾ നടക്കുമെന്ന് കണ്ടപ്പോൾ, അവരുടെ ഈ ഇസ്രായേലിന്റെ സൃഷ്ടാവായ സത്യദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ, മറ്റു ദേവന്മാരുടെ പുറകെ പോയി. ഈ ദേവന്മാരുടെ വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്നതിനെ പഴയ നിയമം വിശേഷിപ്പിക്കുന്നത്, വിഗ്രഹാരാധനയെ വിശേഷിപ്പിക്കുന്നത് വ്യഭിചാരം എന്നാണ്. പഴയ നിയമത്തിൽ വ്യഭിചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യദൈവത്തെ വിട്ട്, യാഹ്വയെ വിട്ട് അന്യ ദൈവങ്ങളുടെ പുറകെ ഇസ്രായേൽ പോയതിനെയാണ്. അങ്ങനെ പോയപ്പോഴെല്ലാം, അവിശ്വസ്തത കാണിച്ചപ്പോഴെല്ലാം ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ശിക്ഷിച്ചുവെങ്കിലും പൂർണ്ണമായി ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് 7-ാം വാക്യം, 54-ാം അധ്യായം 7-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. അപ്പൊ ആ ശിക്ഷയായിട്ടാണ് ഇസ്രായേൽ പലപ്പോഴും അടിമത്തത്തിൽ പോകേണ്ടി വന്നത്. അസീറിയക്കാർ ഇവരെ അടിമകളായി കൊണ്ടുപോയി 8-ാം നൂറ്റാണ്ടില്. 6-ാം നൂറ്റാണ്ടിൽ ബാബിലോണിയക്കാർ ഇവരെ അടിമകളായിട്ട് കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞപ്പം ഇവരുടെ സ്വന്തം നാട്ടിൽ തന്നെ റോമാക്കാർ ഇവരെ അടിമകളാക്കി BC 1-ാം നൂറ്റാണ്ടില്. അപ്പോൾ അതാണ് ദൈവം പറയുന്നത്, നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. ദൈവം ഉപേക്ഷിച്ചു എന്ന് തോന്നുമായിരുന്നു, വിജാതിയർക്ക് വിട്ടുകൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ടോ, മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കും. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, രണ്ടാം അധ്യായത്തിൽ, ഹോസിയ 2-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാം. അവൾ കാമുകന്മാരെ പിന്തുടരും, എന്നാൽ ഒപ്പം എത്തുകയില്ല. അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അപ്പോൾ അവൾ പറയും, ഞാൻ എന്റെ ആദ്യ ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങും, ഇന്നത്തേക്കാൾ ഭേദമായിരുന്നു അന്ന്. ഇതാരാണ് ഈ ആദ്യ ഭർത്താവ്? ദൈവമാണ്. അതായത് വിഗ്രഹങ്ങളുടെ പുറകെ പോയി കഴിയുമ്പം, കുറെ നാൾ കഴിയുമ്പം ഇസ്രായേലിന് തന്നെ മനസ്സിലാകും സത്യദൈവം അതല്ല എന്നുള്ളത്. അപ്പോൾ അവൾ തന്നെ പറയുന്നതാണ്.
ഇനി ദൈവം അല്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് 14 വാക്യം മുതൽ വായിക്കാം. ഈ ഹോസിയ തന്നെ 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഘോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എന്റെ വിളി കേൾക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ന് നീ എന്റെ പ്രിയതമൻ എന്ന് വിളിക്കും. എന്റെ ബാൽ അല്ലേ, അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും. എന്റെ ബാൽ എന്ന് നീ മേലിൽ വിളിക്കുകയില്ല. ബാല് വിഗ്രഹദേവനാണ്, വിഗ്രഹങ്ങളെയാണ് ബാൽ എന്ന് വിളിക്കില്ല. ഓക്കെ. ബാൽ ദേവന്മാരുടെ പേരുകൾ അവളുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും. മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല. ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും. വില്ലും വാളും യുദ്ധവും ദേശത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ നിനക്ക് ഇടവരുത്തും. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും. കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരുളും, ആകാശം ഭൂമിക്കും. ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും. അവ ജസ്രലിന് ഉത്തരം നൽകും. അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എന്റെ ജനമല്ലാത്തവനോട് നീ എന്റെ ജനമാണ് എന്ന് ഞാൻ പറയും. അവിടുന്ന് എന്റെ ദൈവമാണെന്ന് അവർ പറയും. അപ്പോൾ ജനം ദൈവത്തെ മറന്ന് അന്യദേവന്മാരുടെ പുറകെ പോകുമ്പോൾ പോലും ഒരല്പമൊക്കെ ശിക്ഷണത്തിന് വേണ്ടി ദൈവം വിട്ടുകൊടുക്കും. വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോയിരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? അവളോട് ഹൃദയപൂർവ്വം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലപ്പോൾ ഒരു ചെറിയ ശിക്ഷണം കിട്ടുമ്പോഴേ മനുഷ്യൻ പഠിക്കുകയുള്ളൂ. പക്ഷേ ഒരല്പസമയത്തേക്ക്, നിമിഷ നേരത്തേക്ക് അങ്ങനെ ശിക്ഷിക്കുമ്പോൾ പോലും ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുകയാണ്. ഉടനെ തന്നെ തിരിച്ചു വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തോട് വിശ്വസ്തരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ 2 ഭാഗങ്ങളാണ് കണ്ടത്. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് 54-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു, ഹോസിയയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു. ഇവിടെ 2ഇടത്തും നമ്മൾ കാണുന്നത് ഈശോ അല്ലെങ്കിൽ ദൈവം യാഹ്വേ, ദൈവമായ കർത്താവ് ഇസ്രായേലിനെ ഭാര്യയായി സ്വീകരിക്കുന്നതും, ഭാര്യയായി ഇസ്രായേൽ അവിശ്വസ്തത കാണിച്ച് വിഗ്രഹാരാധന നടത്തിയത് അതിനെ വ്യഭിചാരമായിട്ട് കാണുകയും അവിശ്വസ്തതയ്ക്ക് ശിക്ഷയായിട്ട് ദൈവം ശിക്ഷ അല്ലെങ്കിൽ വിപ്രവാസം നൽകിയതും അതിനുശേഷം തിരിച്ചു വിളിച്ച് വലിയ കരുണയോടുകൂടി, വലിയ സ്നേഹത്തോടുകൂടി അവളെ തിരിച്ചു കൊണ്ടുവരുന്നതുമായ രംഗമാണ് നമ്മൾ കാണുന്നത്. ഇനി മനുഷ്യനായി അവതരിച്ച ഈശോയെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് ഈശോയെ മണവാളനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 28-ാം വാക്യം വായിക്കുക, 28-29 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവനു മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഇതിന്റെ സന്ദർഭം എന്താണെന്ന് അറിയാമോ? അതായത് സ്നാപയോഹന്നാന്റെ പക്കല് സ്നാപയോഹന്നാന്റെ പ്രസംഗമൊക്കെ കേട്ടിട്ട് ജനം ചെന്ന് ചോദിച്ചു, നീയാണോ വരാനിരിക്കുന്ന മിശിഹ എന്ന് ചോദിച്ചു. യോഹന്നാന്റെ പ്രസംഗവും യോഹന്നാന്റെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടപ്പം യോഹന്നാനാണോ മിശിഹ എന്ന് ജനത്തിന് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം യോഹന്നാൻ പറയുന്ന മറുപടിയാണ്, ഞാൻ മിശിഹ അല്ല, ഞാൻ മിശിഹായല്ല, ക്രിസ്തു അല്ല ഞാൻ, മറിച്ച് ഞാൻ എന്താണ്? അവന് മുൻപേ അയക്കപ്പെട്ടവനാണ്. എന്തിനു വേണ്ടി? അവന് വഴിയൊരുക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവനാണ്. ഇനി 29-ാം വാക്യമാണ് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. മണവാട്ടി ഉള്ളവനാണ് മണവാളൻ, അടുത്ത് നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ. അപ്പൊ യോഹന്നാൻ ആരാണ്? മണവാളന്റെ സ്നേഹിതനാണ്. മണവാളന്റെ സ്നേഹിതനാണ് യോഹന്നാൻ.
ഈ യോഹന്നാൻ സ്നേഹിതൻ എന്താ ചെയ്യുന്നതെന്നറിയാവോ? സ്നേഹിതൻ ചെയ്യുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാരെ അവരെ ഒന്നിപ്പിക്കുക ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ വിവാഹത്തിനാണേലും ഇതിന് വഴി ഒരുക്കുന്നവരുണ്ടല്ലോ, അതിന് സാഹചര്യം ഒരുക്കുന്നവരുണ്ടല്ലോ. മാതാപിതാക്കന്മാരായിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം. അപ്പോൾ ആ വഴി ഒരുക്കുന്നവരുടെ സ്ഥാനത്താണ് യോഹന്നാൻ നിൽക്കുന്നത്. അതാണ് യോഹന്നാൻ പറയുന്നത്, ഞാൻ മണവാളന്റെ സ്നേഹിതനാണ്. ഇനി അടുത്ത് നിന്ന് മണവാളനെ ശ്രവിക്കുന്ന, അതായത് ഈ മണവാളന്റെ സ്വരം ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ സന്തോഷിക്കുകയാണ്. അതായത് ഈ പറയുന്ന ഒരു ഭാര്യയെയും ഭർത്താവിനെയും ഒന്നിപ്പിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു നല്ല വിവാഹത്തിന് സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു സ്നേഹിതനോ സ്നേഹിതയോ. അപ്പോൾ ആ സ്നേഹിതനുള്ള സന്തോഷമാണ് ആർക്കിവിടെ ഉള്ളതെന്നാണ് പറയുന്നത്? സ്നാപയോഹന്നാനുള്ളത്. സ്നാപയോഹന്നാന്റെ സന്തോഷം അതാണ്. അപ്പോൾ അവിടെ ഈശോയെ എന്തായിട്ടാണ് പറയുന്നത്, എന്തായിട്ടാണ് ഉപമിക്കുന്നത്? മണവാളനായിട്ടാണ്. ഈശോ മണവാളനാണ്. ഈശോ മണവാളനാണെങ്കിൽ ഈശോയുടെ മണവാട്ടി ആരാണ്? പുതിയ നിയമത്തില്. പഴയ നിയമത്തിൽ ആരായിരുന്നു ദൈവത്തിന്റെ മണവാട്ടി? ഇസ്രായേൽ ജനമായിരുന്നു. പുതിയ നിയമത്തിലെ പുതിയ ഇസ്രായേൽ ആരാണ്? സഭ. ശരിയാണ്. പുതിയ നിയമത്തിലെ സഭയാണ് ഈശോയുടെ മണവാട്ടി. സഭ എന്ന് പറയുന്നത് ആരാണ്? മാമോദിസ മുങ്ങി, ഈശോയിൽ വിശ്വസിച്ച് മാമോദിസ മുങ്ങുന്ന ഏതൊരു വ്യക്തിയും സഭയാണ്, സഭയുടെ അംഗമാണ്. അല്ലെങ്കിൽ ഈശോയെ ദൈവമായിട്ട് സ്വീകരിച്ച്, ദൈവം വാഗ്ദാനം ചെയ്ത മിശിഹായായിട്ട് സ്വീകരിച്ച് അവിടുന്ന് വിശ്വസിക്കുന്ന, ഈശോയിൽ ജീവിക്കാൻ ആരംഭിക്കുന്ന ഏതൊരു വ്യക്തിയും ആ വ്യക്തികളുടെ സമൂഹമാണ് സഭയെന്ന് പറയുന്നത്. സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നതിന് അത് ലോകത്തിൽ എവിടെയായിരുന്നാലും, ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും, ഏത് വർഗക്കാരായാലും സഭ എന്ന് പറയുന്നതിന് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ: ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കുക, സ്വീകരിക്കുക. രക്ഷകനായ മിശിഹായാണ് എന്ന് അംഗീകരിക്കുക. ദൈവികമായ അധികാരം എൻ്റെ മേൽ ഈശോയ്ക്കുണ്ടെന്ന് അംഗീകരിക്കുക. ഈ വിശ്വാസം ഹൃദയത്തിൽ വിശ്വസിക്കുക, അധരം കൊണ്ട് ഏറ്റുപറയുക. ഹൃദയത്തിൽ വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? നസ്രായനായ ഈശോ, മറിയത്തിൽ നിന്ന് ജനിച്ച നസ്രായനായ ഈശോ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവം അയച്ച രക്ഷകനാണ് എന്ന് വിശ്വസിക്കുക. ഹൃദയത്തിൽ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രം പറയാം. എന്തുകൂടെ ചെയ്യണം? ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അതാണ്. അപ്പോൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവർക്കാണ് സഭ മാമോദിസ നൽകുന്നത്. മാമോദിസ മുങ്ങുന്ന വ്യക്തിയാണ് സഭയിലെ അംഗമാകുന്നത്. അപ്പോൾ മാമോദിസ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഈശോ ദൈവമാണ്, ദൈവം അയച്ച രക്ഷകനാണ്, മിശിഹായാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവർക്ക് നൽകുന്ന പ്രവേശന പാസ്സാണ്. ഒരു ഐഡന്റിറ്റി കാർഡാണിത്. ഒരു മായാത്ത മുദ്രയാണ് മാമോദിസായിലൂടെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ സഭ പതിക്കുന്നത്. മായാത്ത മുദ്ര പതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കുതിരയ്ക്കും മറ്റുമൊക്കെ ചാപ്പ കുത്തുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു സീല് വെക്കുകയാണ്. ആരുടെ സീലാണ് വെക്കുന്നത്? ദൈവത്തിന്റെ സീലാണ്. ഫ്രം നൗ ഓൺ യു ബിലോങ് ടു ഗോഡ്. സീൽ അതാണല്ലോ കാണിക്കുന്നത്. നമ്മളൊരു പുസ്തകം മേടിച്ച് നമ്മുടെ സീല് വെച്ചാൽ ആ പുസ്തകം നമ്മുടെയായി. ഇത് നമ്മുടേതാണെന്ന് കാണുന്നവർക്കൊക്കെ അറിയാം. എന്ന് പറഞ്ഞതുപോലെ മാമോദിസായിലൂടെ ദൈവം ഈ മായാത്ത മുദ്ര നമ്മിൽ പതിപ്പിക്കുമ്പോൾ നമ്മൾ ഈശോയുടേതായി തീരുകയാണ്. ഈശോയുടെ പേരാണ് നമ്മൾ മുദ്രിതമാക്കുന്നത്. ഈശോയുടെ നാമത്തിലാണ് നമ്മൾ മാമോദിസ മുങ്ങുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാരൂപിയുടെ നാമത്തിലാണ്. അപ്പോൾ ത്രിത്വത്തിന്റെ മുദ്രയാണ് നമ്മിൽ കുത്തുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെതായി തീരുകയാണ്. ഇപ്രകാരം ഹൃദയത്തിൽ ഈശോയിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് മാമോദിസ മുങ്ങി സഭയിൽ അംഗങ്ങളായി തീർന്നവരുടെ സമൂഹമാണ് തിരുസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഈശോയുടെ, മനുഷ്യനായി അവതരിച്ച ഈശോയുടെ മണവാട്ടി എന്ന് പറയുന്നത് നാം എല്ലാവരും ചേരുന്ന സഭാ സമൂഹമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ എപ്രകാരം ദൈവത്തിന്റെ മണവാട്ടിയായിരുന്നുവോ അതുപോലെ
തിരുസഭയാണ് ഈശോയുടെ മണവാട്ടി. അപ്പോൾ മണവാളൻ, ഒരു ഭാര്യ ഭർത്താവിനോട് സ്നേഹത്തിലും വിശ്വസ്തയിലും കഴിയുന്നത് പോലെ, ഭർത്താവ് ഭാര്യയോട് സ്നേഹത്തിലും വിശ്വസ്തയിലും കഴിയുന്നത് പോലെ, അവർക്ക് തമ്മിൽ പരസ്പര ബഹുമാനവും ആദരവും അനുസരണവും ഉള്ളതുപോലെ ദൈവത്തിനും സഭയ്ക്കും തമ്മിലുണ്ടാണ്, ഈശോയ്ക്കും സഭയ്ക്കും തമ്മിലുണ്ട്. ഈശോയുടെ ഭാഗത്തു നിന്ന് ഈ സ്നേഹത്തിനോ വിശ്വസ്തതയ്ക്കോ ഒരിക്കലും കുറവ് വരികയില്ല. എന്നെങ്കിലും ഈശോ തന്റെ വാക്ക് പാലിക്കാതിരിക്കുവോ? നമ്മളെ വിട്ടു പോകുവോ? നമ്മളെ ഉപേക്ഷിച്ച് പോകുവോ? ഒരിക്കലും പോവില്ല. ഈശോ എന്നും പഴയ നിയമത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നത് പോലെ ഇന്ന് പുതിയ നിയമത്തിൽ ഈശോ വിശ്വസ്തനാണ്, നമ്മോട് വിശ്വസ്തനാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് മണവാട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പ്രതികരണം എങ്ങനെയുള്ളതാകണം? സ്നേഹത്തിൻ്റെതാകണം. സ്നേഹത്തിന് മറുസ്നേഹം കൊടുക്കണം, പ്രതിസ്നേഹം കൊടുക്കാൻ പറ്റണം. വിശ്വസ്തതയ്ക്ക് പകരമായിട്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം. ഈശോയോട് വിശ്വസ്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? അവിടുത്തെ പ്രമാണങ്ങൾ പാലിക്കണം, അവിടുത്തെ വചനങ്ങൾ പാലിച്ച് ജീവിക്കണം. അവിടുത്തെ വചനമാണ് ഏറ്റവും ആദ്യം നമ്മൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തില് 5-ഉം 6-ഉം വാക്യങ്ങളിൽ നിന്ന് കണ്ടത്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഈ ഘട്ടത്തില്, ജീവിതത്തിന്റെ ഈ ഘട്ടത്തില് ദൈവം നിങ്ങളോട് പറയുന്ന കാര്യം അതാണ്. നിങ്ങളെ യോജിപ്പിക്കുന്നത് ദൈവമാണ്, ദൈവം യോജിപ്പിക്കുന്നത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഒരു മാനുഷിക സാഹചര്യവും നിങ്ങളെ വേർപെടുത്താതിരിക്കട്ടെ. ഒരു ഭാഗം കൂടി വായിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. പൗലോസ് ലീഹ എഫേസുസുകാർക്ക് എഴുതുന്ന ലേഖനം, നിങ്ങളുടെ വിവാഹത്തിന്റെ സമയത്ത് വിവാഹ ഉദാശയിൽ വായിക്കാൻ പോകുന്ന ഒരു ഭാഗം ഇതായിരിക്കും. മിക്കവാറും വായിക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ ആദ്യം വായിച്ച മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായമാകാം, അല്ലെങ്കിൽ കാനായിലെ കല്യാണത്തിന്റെ സംഭവമാകാം. ഇനി ആദ്യ വായന, ലേഖനത്തിൽ നിന്നുള്ള വായന മിക്കവാറും ഈ എഫേസുസുകാർക്കുള്ള ലേഖനമാണ്. എഫേസുസുകാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എഫേസൂസ് 5-ാം അധ്യായം 22 മുതൽ വായിക്കാം. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ സ്നേഹം തന്നെയാണ് കേട്ടോ, അല്ലാതെ ഈ തിരിച്ചു ഉണ്ടാകേണ്ടത് തന്നെയാണ്. സ്നേഹമുള്ളിടത്ത് വിധേയത്വം ഉണ്ടാകും. അതൊരു വിധേയത്വം, അവിടെ ഒരു അടിമത്തം ആയിരിക്കുകയില്ല. സ്നേഹമുള്ളിടത്ത് പരസ്പര അനുസരണം ഉണ്ടാകും, പരസ്പര ബഹുമാനം ഉണ്ടാകും. ഈ അപരൻ പറയുന്നത് അല്ലെങ്കിൽ ജീവിത പങ്കാളി പറയുന്നത് സ്വീകരിക്കാൻ വിഷമം വരുന്നത് എപ്പോഴാണ്? സ്നേഹം കുറയുമ്പോഴാണ്. സ്നേഹമുള്ളപ്പോൾ ജീവിത പങ്കാളിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാവില്ലേ? സ്നേഹം കുറയുമ്പോഴാണ്. അപ്പൊ ആ വിധേയത്വം എന്ന് പറയുന്നത് ഒരു അടിമത്തമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകണം. അത് സ്നേഹം തന്നെയാണ്. പരസ്പര സ്നേഹം. തുടർന്ന് വായിക്കാം. 25. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പം അത് മതി. അപ്പൊ രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ മാതൃകയായിട്ട് പൗലോസ് ശ്ലീഹ എടുത്തു കാണിക്കുന്നത് ഏത് സ്നേഹമാണ്? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഭർത്താവ് ഭാര്യയെ എങ്ങനെയാണ്? ക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന പോലെ ആയിരിക്കണം. ഇനി ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ജീവൻ കൊടുത്തു. അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയെ എവിടം വരെ സ്നേഹിക്കാൻ തയ്യാറാകണം? ജീവൻ കൊടുത്തുകൊണ്ടും. ചിരിക്കണ്ട, ജീവൻ കൊടുത്തുകൊണ്ട് സ്നേഹിക്കാൻ തയ്യാറാകണം. ജീവൻ കൊടുക്കേണ്ടിയൊന്നും വരികയില്ല. ഈശോ സഭയ്ക്ക് വേണ്ടി അർപ്പിച്ചതുപോലെ ജീവൻ അർപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയില്ല. പക്ഷെ ജീവന് തുല്യമായ പല ത്യാഗങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടി വരും. ജീവന് തുല്യമായിട്ട് നമ്മൾ കരുതുന്ന ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ജീവന് തുല്യം സ്നേഹിക്കണം. മാതൃക, ഭർത്താക്കന്മാർക്ക് മാതൃക ഈശോയാണ്. ഈശോ സഭയെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ
സ്നേഹിക്കുവാനുള്ള കടമ. ഭാര്യമാരെ സംബന്ധിച്ച് മാതൃക ആരാണ് മാതൃക? സഭയാണ് മാതൃക. സഭ മിശിഹായിക്ക് വിധേയമായിരിക്കുന്നത് പോലെ, ഈശോയ്ക്ക് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ വിധേയരായിരിക്കണം. എന്ന് പറഞ്ഞാല് സ്നേഹം ഉണ്ടാകണമെന്ന് തന്നെയാണ്. വെളിപാട് പുസ്തകം കൂടി, അതിന് ഏറ്റവും അവസാനത്തെ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗം കൂടി വായിക്കാം. അതോടെ വായിച്ച് ഞാൻ നിർത്തിക്കോളാം. വെളിപാട് പുസ്തകം ആദ്യത്തെ പുസ്തകം തുടങ്ങി അവസാനത്തെ പുസ്തകം വരെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒറ്റ കാര്യം തന്നെയാണ് പറയുന്നത്. 21-ാം അധ്യായം, വെളിപാട് പുസ്തകം 21-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചത്. 21-ാം അധ്യായം 21-ാം അധ്യായം 1-ഉം 2-ഉം പുതിയ ആകാശവും പുതിയ ഭൂമി ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഓക്കെ, അത്രയും മതി. അപ്പൊ എന്താണ് 2-ാം വാക്യത്തിൽ പറയുന്നത്? വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം, പുതിയ ആകാശവും പുതിയ ഭൂമിയാണ് കാണുന്നത്. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു. അവിടെയും ഉൽപ്പത്തി പുസ്തകത്തിലും ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ പറയുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വരാനിരിക്കുന്ന ലോകത്തിന്റെ മാതൃകയായിട്ട് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം, അത് സഭയാണ്. ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള സഭ, മരണം വഴി സഭാംഗങ്ങള് ആരംഭം മുതൽ തന്നെയുള്ളവര് ദൈവസന്നിധിയിലുണ്ട്. അപ്പൊ ഈ ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ വിശുദ്ധരുടെ സമൂഹം, അണിഞ്ഞൊരുങ്ങിയ സമൂഹം ആരെ പോലെയാണ് വരുന്നത്? മണവാട്ടിയെ പോലെയാണ്. മണവാളനെ സ്വീകരിക്കാൻ അവര് ആ വിവാഹമാണ്. ഇനി നമുക്ക് 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. 9-ഉം 10-ഉം വാക്യങ്ങൾ. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരിക്കുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള ഒരു വലിയ മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിലെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അതിന്റെ തിളക്കം അമൂല്യമായ രത്നങ്ങളും സൂര്യകാന്തി കല്ലിനുമൊപ്പം അതിന് സ്ഫടികം പോലെ നിർമ്മലം. ഓക്കെ, അപ്പോൾ ഈ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവസാനം നടക്കാൻ പോകുന്ന കാര്യമാണ്. പുതിയ ആകാശം പുതിയ ഭൂമി, അതായത് സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. സ്വർഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെയും എന്താണ്? ഈ ദൈവവും അല്ലെങ്കിൽ ഈശോയും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്നതും ആ ബന്ധത്തെയും കമ്പയർ ചെയ്യുന്നത്, താരതമ്യപ്പെടുത്തുന്നത് എന്തിനോടാണ് താരതമ്യപ്പെടുത്തുന്നത്? എന്തിനോടാണ് താരതമ്യപ്പെടുത്തുന്നത്, കമ്പയർ ചെയ്യുന്നത്? വിവാഹത്തോടാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങുന്ന മണവാട്ടിയാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് മിശിഹായുടെ മണവാട്ടിയാണ്. അപ്പോൾ അവിടെ അലങ്കൃതയായിട്ട് നമ്മൾ കാണപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വഴിയെ നടക്കണം, ദൈവപ്രമാണങ്ങൾ പാലിച്ച് നടക്കണം. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ദൈവപ്രമാണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടു. അതായത് ദൈവം തരുന്ന ജീവിത പങ്കാളിയെ ജീവന് തുല്യം സ്നേഹിക്കുക, ഒന്നാമത്തെ കാര്യം. 2, നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ സ്നേഹ പങ്കുവയ്ക്കലിൽ ദൈവം നൽകുന്ന ജീവനെ ദൈവത്തിന്റെ ദാനമായിട്ട് സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി വളർത്തുക. നിങ്ങള് ഈ ജീവന്റെ കസ്റ്റോഡിയൻസ് മാത്രമേ ആകുന്നുള്ളൂ, കാര്യസ്ഥന് മാത്രമേ ആകുന്നുള്ളൂ. ഇത് ദൈവത്തിന്റെയാണ് ഈ ജീവൻ. ദൈവം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ ജീവൻ ഒന്ന് വളർത്താൻ വേണ്ടി, വളർത്തി വലുതാക്കാൻ വേണ്ടി.
സംരക്ഷിക്കാൻ വേണ്ടി ഈ കുഞ്ഞിന് വളരാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യത്തിന് വേണ്ടിയാണ് ഭാര്യാഭർത്തക്കന്മാരായിട്ട് നിങ്ങളെ ദൈവം യോജിപ്പിക്കുന്നത്. ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ നമ്മളൊരു സൂചന കാണുന്നുണ്ട്. 22-ാം അധ്യായമാണ് അല്ലെ? ഏറ്റവും അവസാനത്തെ അധ്യായം എത്രയാണ് ബൈബിളിലെ? വെളിപാട് 22 അല്ലേ? 22-ലെ 17-ാം വാക്യം ഒന്ന് വായിക്കാവോ? 16-ഉം 17-ഉം വായിക്കാം. 16-ഉം 17-ഉം. യേശുവായി ഞാൻ സഭകളെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരുക. കേൾക്കുന്നവൻ പറയട്ടെ, വരുക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. അവിടെ കണ്ടോ 17 തുടങ്ങുന്നത് എങ്ങനെ കണ്ടോ? ആത്മാവും മണവാട്ടിയും. ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഈശോയുടെ ആത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പം പരിശുദ്ധാത്മാവ് തന്നെ നിൽക്കുന്നില്ല. ത്രിത്വത്തിലെ 3 ആളുകൾ എപ്പോഴും ഉണ്ട്. ഒരാളുണ്ടെങ്കിൽ മറ്റു 2 പേരും ഉണ്ട്. അപ്പോൾ ആത്മാവ് പറയുന്നു പറയുമ്പോൾ ദൈവം പറയുന്നത് തന്നെയാണ്. ദൈവവും ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവവും മണവാട്ടിയും. മണവാട്ടി ആരാണ്? സഭയാണ്. യഥാർത്ഥത്തില് ഇപ്പൊ നമ്മള് മംഗളവാർത്ത കാലത്താണല്ലേ? ഈ ആരാധനാ മത്സരം അവസാനിക്കുന്നത് ഏത് കാലത്തോടു കൂടിയാണ്? ഏറ്റവും നമ്മള് കഴിഞ്ഞ മാസം നവംബർ മാസത്തിൽ ഏത് കാലം ആഘോഷിച്ച് അറിയാം നിങ്ങൾ തീർച്ചയായും? മരിച്ചവരുടെ മാസം. അയ്യോ, അതല്ല. നമുക്ക് ആ ഒരു കാലത്തിന് പേര് പറയുമല്ലോ, പള്ളിക്കൂദാശ കാലം എന്ന് പറയുന്നത് നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിൽ വായിച്ചു കേട്ട കാര്യം തന്നെയാണ്. പള്ളിക്കൂദാശ, പള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? പള്ളിയുടെ ഇംഗ്ലീഷ് എന്നതാ? ചർച്ചാണ് അല്ലേ? ചർച്ചിന്റെ മലയാളമാണ് പള്ളി എന്നുള്ളത്. ഇനി ചർച്ചിന്റെ മലയാളം എന്ന് പറഞ്ഞേ, പള്ളി അല്ലാതൊരു വാക്ക് പറഞ്ഞേ. ചർച്ചിന് ദേവാലയം ഉണ്ട്. പിന്നെ ഏതാണ്? സഭയാണ്. അപ്പോൾ പള്ളി കൂദാശ കാലം എന്ന് പറയുന്നത് എന്താണ്? സഭയുടെ കൂദാശ ചെയ്യപ്പെടുന്ന കാലമാണ്. പള്ളി കൂദാശ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേവാലയ കൂദാശ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? നമ്മളൊക്കെ നമ്മുടെ പുതിയ ദേവാലയം പണിത് കഴിയുമ്പോൾ അല്ലെ ദേവാലയം പുതുക്കി പണിത് കഴിയുമ്പോൾ എന്ത് നടത്താറുണ്ട്? പള്ളി കൂദാശ നടത്താറുണ്ട് അല്ലേ? അപ്പൊ അതെന്താ ചെയ്യുന്നത്? ഈ പണിത് കെട്ടിടം ദൈവാരാധനയ്ക്കായിട്ട് നമ്മൾ മാറ്റിവെക്കുക ചെയ്യുന്നത് അല്ലേ? അതിനുവേണ്ടി വിശുദ്ധീകരണ കർമ്മം നടത്തി വിശുദ്ധീകരിച്ച് മാറ്റുകയാണ്, വേർതിരിച്ച് നിർത്തുക ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് സ്വർഗത്തിൽ നടക്കാൻ പോകുന്നത്. മനുഷ്യവർഗത്തെ, മണവാട്ടിയായ മനുഷ്യവർഗത്തെ, പള്ളിയാണ്, നമ്മളാണ്, സഭയാണ്, പള്ളിയെ കൂദാശ ചെയ്ത് വിശുദ്ധീകരിച്ച് മിശിഹായിക്ക് ആയിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ മിശിഹായോടൊത്ത് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക്, ആനന്ദത്തിലേക്ക് പ്രവേശിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യാത്രക്കിടയിൽ, ഉൽപ്പത്തിക്കും വെളിപാടിനും ഇടയിലുള്ള ഈ യാത്രക്കിടയിൽ, അതായത് ആദ്യ മനുഷ്യർക്ക് ദൈവം ജന്മം നൽകിയതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തിന് അന്നയുടെ ഉദരത്തിൽ ജന്മം നൽകിയതുപോലെ, ഏലീശ്വയുടെ ഉദരത്തിൽ സ്നാപയോഹനാന് ജന്മം നൽകിയതുപോലെ, പരിശുദ്ധ കന്യകാമറിയത്തിൽ ഈശോയ്ക്ക് ജന്മം നൽകിയതുപോലെ, നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ അമ്മമാരുടെ ഉദരത്തിൽ ദൈവം ജന്മം നൽകി. ഇനി അതാണ് തുടക്കം. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടത് നമ്മുടെ ജീവിതത്തിൽ നടന്നു. ഇനി വെളിപാട് പുസ്തകത്തിൽ കണ്ട കാര്യമുണ്ടല്ലോ, ആ കാര്യം നമ്മുടെ ജീവിതാന്തത്തിൽ നടക്കും. ഇതിനിടയിലുള്ള ഒരു കാലഘട്ടമാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിക്കാൻ, ദൈവത്തിന്റെ ആ പരിശുദ്ധ ത്രിത്വത്തിലെ കൂട്ടായ്മയ്ക്ക് ലോകത്തിന് സാക്ഷ്യം നൽകാൻ, നമ്മുടെ ദൈവം എങ്ങനെയാണെന്ന് കാണിക്കാൻ. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ കുടുംബ ജീവിതത്തിലൂടെയാണ്, ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെയാണ്. അതിനുവേണ്ടിയാണ് ഈശോ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ജീവിച്ചതും മാതൃക കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു വലിയ രക്ഷാകര പദ്ധതിയുടെ ചെറിയ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും.
അപ്പോൾ അത് നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ നമ്മൾ ആരും ആക്സിഡന്റലായിട്ട് കടന്നു പോകുന്നവരല്ല. ദൈവിക പദ്ധതിയിൽ വ്യക്തമായ സ്ഥാനം നമുക്കുണ്ട്, ഓരോ മനുഷ്യ വ്യക്തിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ജീവനും അമൂല്യമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ എന്നതാണ് വിംസ് ആൻഡ് ഫാൻസീസിന് അനുസരിച്ച് ജീവിക്കേണ്ടവരല്ല. നമ്മെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്, നമ്മുടെ ക്ഷേമത്തിനായുള്ള, നമ്മുടെ നന്മയ്ക്കായുള്ള പദ്ധതി. ഈ പദ്ധതി തിരിച്ചറിഞ്ഞ് ആ പദ്ധതി പ്രകാരമാണ് നിങ്ങൾ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ദൈവം ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന. 7:30 ഞാൻ അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഇനി ഉള്ള സമയത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ആർക്കും ചോദിക്കാം. നമ്മൾ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യവും ചോദിക്കാം. ഹലോ. കേൾക്കാം. അച്ഛാ, വെരി സോറി. കാരണം എനിക്കിവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടും ഞാൻ പുറത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ വീഡിയോ എനിക്ക് ഓൺ ആക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ എന്റെ പേര് ജിബിൻ മാത്യു എന്നാണ്. ജിബിൻ മാത്യു എന്നാണ്. ഞാൻ കോട്ടയത്ത് ഒരു കോളേജ് വർക്ക് ചെയ്യാണ്, ഹെൻറി ബേക്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ദൈവിക പദ്ധതി നമ്മൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഇതാണ് എൻ്റെ ദൈവിക പദ്ധതി, എന്നെ കുറിച്ചുള്ള പ്ലാന് ദൈവത്തിന് ഇതാണെന്നുള്ളൊരു കാര്യം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒത്തിരി പ്രതിസന്ധികളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴേ. നല്ല ചോദ്യമാണ് ഇത്. നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ദൈവം ഇത് വ്യക്തമാക്കുന്നത് മനുഷ്യ വ്യക്തികളിലൂടെയാണ്, മനുഷ്യ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഞാൻ ഒരു ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാല്, നമ്മെ സംബന്ധിച്ച് ദൈവമാണ് നിശ്ചയിച്ചത് നമ്മൾ ആരിൽ നിന്ന് ജനിക്കണമെന്നുള്ളത്, ഏത് മാതാപിതാക്കളിൽ നിന്ന് ജനിക്കണമെന്നുള്ളത്, ഏത് കുടുംബത്തിൽ വളരണമെന്നുള്ളത്, ഏത് സ്കൂളിൽ പഠിക്കണമെന്നുള്ളത്, എവിടെ ജോലി ചെയ്യണമെന്നുള്ളത് ദൈവമാണ് നിശ്ചയിച്ചിരുന്നത്. ഇനിയിപ്പം നമുക്ക് ജീവിത പങ്കാളിയെ കാണിച്ചു തരുന്നതും ദൈവം തന്നെയാണ്. പക്ഷെ അതിനകത്ത് മാനുഷിക ഘടകങ്ങൾ ഒത്തിരി ഉണ്ട്, അതിന് സഹായിക്കുന്ന വ്യക്തികളുണ്ട്, അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഈ ദൈവം പ്രവർത്തിക്കുന്നത് ആകാശത്തിലല്ല, അല്ലെങ്കിൽ വായുവിൽ നിന്ന് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന, നമ്മളെ നയിക്കുന്ന ദൈവമാണ് നമുക്കുള്ള ചുറ്റുപാടുകളിലൂടെ. അപ്പൊ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ ആയിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കള്, നല്ല സുഹൃത്തുക്കൾ നമുക്ക് ചിലപ്പോൾ വഴി കാണിച്ചു തരും, നമുക്ക് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി വ്യക്തമാക്കി തരും. നമ്മുടെ ആത്മീയ പിതാക്കന്മാര് എന്ന് ഞാൻ പറയുമ്പോൾ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുന്ന ആൾക്കാര്, നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുന്ന നിങ്ങളുടെ പുരോഹിതരുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇടവക വികാരിയായിരിക്കാം, ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്വം അതാണ്, ദൈവത്തിന്റെ ഹിതം കണ്ടെത്താൻ, ഞങ്ങളുടെ പക്കൽ വരുന്നവരെ ദൈവത്തിന്റെ ഹിതം കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവരെല്ലാം മാതാപിതാക്കളോ അധ്യാപകരോ നല്ല സുഹൃത്തുക്കളോ, നല്ല സുഹൃത്തുക്കൾ ഞാൻ എടുത്തു പറയും, കാരണം എല്ലാ സുഹൃത്തുക്കളും ഒരുപോലെ അത് സഹായിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് നല്ല സുഹൃത്തുക്കളോ നമ്മളെ പിന്നെ തീർച്ചയായിട്ടും പുരോഹിതരോ തീർച്ചയായിട്ടും ഇതിന് നമ്മെ സഹായിക്കാം. ഇതെല്ലാം ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങളാണ് താൻ. ജിബിലെ എനിക്ക് അറിഞ്ഞുകൂടാ, ഉത്തരം കേൾക്കാമോ? ഓക്കെ, കേൾക്കാം അച്ഛാ, കേൾക്കാം. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ധനേഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ധനേഷ് ഫ്രാൻസിസ്? ഇല്ല, ഞാൻ നോക്കുവാണ്. കേൾക്കാം കേട്ടോ, സംസാരിച്ചാൽ. എനിക്കൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. എന്റെ പേര് ജിതിൻ എന്നാണ്. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തില്, ഇപ്പോൾ ഒരു
അമ്മയുടെ ഉദരത്തില് ഒരു കുഞ്ഞ് രൂപപ്പെട്ടിട്ട് നമ്മൾ ആ കുഞ്ഞിനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിനെ ഭ്രൂണഹത്യ ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളത് ഒരു പാവമാണെന്ന് അച്ഛൻ പറഞ്ഞു. അമ്മയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ആ കുഞ്ഞിനെ നമ്മൾക്ക് ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പാവമായി മാറും. അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്? സഭ വ്യാഖ്യാനിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ജീവൻ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല സുഹൃത്തെ. അപ്പൊ നമുക്ക് അതായത് ഈ സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ സെമിനാറിലാണ്, കോട്ടയം വടവാതൂർ സെമിനാറിലാണ്. ഈ സെമിനാറിന്റെ അടുത്ത് തന്നെ ഒരു കുടുംബമുണ്ട്. കോട്ടയത്താണ് അവർ ജോലി ചെയ്യുന്നതും. അവർ കുടുംബമുണ്ട്. ആ കുടുംബത്തില് രണ്ടാമത്തെ കുട്ടി അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഡോക്ടർമാര് പറഞ്ഞു ഈ കുഞ്ഞ് ജനിച്ചാൽ അത് എന്നതാണ് ഒരു ഹ്യൂമൻ രൂപമായിരിക്കുകയില്ല, അതിന് വൈകല്യങ്ങൾ വളരെയേറെ ഉണ്ടാകും, ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്, നശിപ്പിക്കണമെന്ന് ഇവരെ കണ്ട ഡോക്ടർമാരെല്ലാരും പറഞ്ഞു. അതായത് ഡിഫോമിറ്റി ഓൾറെഡി ഉണ്ട്. ഏതാനും മാസങ്ങൾ പ്രായമായപ്പോൾ അമ്മയുടെ ഉദരത്തിലായി കഴിഞ്ഞപ്പോഴാണ് അവർ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്, ഈ പ്രശ്നമുണ്ട് എന്നുള്ളത്. പല ഡോക്ടർമാരെ മാറി മാറി കണ്ടവരെല്ലാം ഈ കാര്യം അറ്റസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഉറച്ച വിശ്വാസമുള്ളവരായിരുന്നു ഈ കുടുംബം. അതുകൊണ്ട് ഇവര് ജീവൻ നശിപ്പിക്കുകയില്ല എന്ന് തന്നെ തീരുമാനിച്ചു. ഇനി എന്തു വന്നാലും അത് സ്വീകരിക്കുമെന്നുള്ളത് തന്നെ. അവിടെ അമ്മയുടെ ജീവനായിരുന്നില്ല, പക്ഷെ ഈ പറയുന്ന ഒരു അപകട സാധ്യതയായിരുന്നു മുന്നിൽ കണ്ടിരുന്നത്. പക്ഷെങ്കില് ആ കുട്ടിയുമായിട്ട് ഇവര് ഇതിന് മൂത്തൊരു ആൺകുട്ടിയുണ്ട്, രണ്ടാമത് പെൺകുട്ടിയാണ്. ഈ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഈ മാതാപിതാക്കള് ഈ സെമിനാരി ചാപ്പലില് ഈ കോവിഡ് ആരംഭിക്കുന്നതിന് വരെ വരാറുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ സ്വീകരിക്കുന്നില്ലാത്തതുകൊണ്ട് അവർ വരുന്നില്ല. ഇടവക ദേവാലയത്തിലാണ് ഞായറാഴ്ചകളിൽ പോകുന്നത്. മിക്കവാറും ദിവസങ്ങളില് ഇവരുടെ കുർബാനയ്ക്ക് വരാറുണ്ടായിരുന്നു. ഈ കൊറോണ കാലം വരെ മിക്കവാറും ദിവസങ്ങളിൽ അന്ന് വന്നിരുന്നത് ഈ കൊച്ചിനെയും കൊണ്ടാണ്. ഒരു കുഴപ്പവുമില്ലാതെ ആ കുഞ്ഞ് വളരുന്നുണ്ട്. ഈ മാതാപിതാക്കളുടെ സാക്ഷ്യം സെമിനാരിയിൽ തന്നെ ഒരു പ്രോ ലൈഫിന്റെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് അവരൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഇവരുടെ സാക്ഷ്യം. അപ്പോൾ അതാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന അതായത് ഇത് ഈ പറയുന്ന കുഞ്ഞ് ജനിച്ചാൽ അപകടമായിരിക്കും, അതല്ലെങ്കിൽ അത് ഓട്ടിസം കാണും, അല്ലെങ്കിൽ ആ പ്രശ്നം കാണും, ഈ ഡിഫോമിറ്റി ഉണ്ടാകും, ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. ഇനി ജിതിൻ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ ജീവന് അപകടം ഉണ്ടാകും, അപകട സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും അതൊരു സാധ്യതയാണ് പറയുന്നത്. ഈ പറഞ്ഞ കുഞ്ഞ് ഡിഫോമിറ്റിയോടുകൂടി ജനിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സാധ്യതയാണ്. പക്ഷെങ്കിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മയുടെ ജീവന് ദൈവം ഒരിക്കലും അപകടം വരുത്തത്തില്ല. ഈ കുഞ്ഞ് ജനിക്കുന്നത് കൊണ്ട് അമ്മയുടെ ജീവൻ അപകടം വരില്ല. അപ്പോൾ ആ അമ്മയുടെ ജീവൻ അപകടം ഉണ്ടായേക്കാം എന്നുള്ള ഭയം കൊണ്ട് ജീവൻ നശിപ്പിക്കുവാൻ നമുക്ക് ഒരവകാശമില്ല. കാരണം ജീവൻ തരുന്നത് ദൈവമാണ്, ജീവൻ എടുക്കാൻ ദൈവത്തിന് അവകാശവും. അതുകൊണ്ട് സഭ അക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. സഭയുടെ ആർക്കും ചോദിക്കാം, എന്തും ചോദിക്കാം. ബൈബിൾ ഇനി ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടണമെന്നില്ല, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കേൾക്കാം, പറഞ്ഞു. ഹലോ, കേൾക്കാം, കേൾക്കാം. നമസ്കാരം, എന്റെ പേര് ആൽബിൻ എന്നാണ്. അച്ഛൻ ഗുണാത്തി പാപ എന്ന് പറഞ്ഞു. ഇപ്പോ ബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അതെങ്ങനെയാണ് അച്ഛൻ വ്യാഖ്യാനിക്കാൻ പറ്റുക? നല്ല ചോദ്യമാണ്.
സാധ്യതയുള്ള വേറൊരു സാഹചര്യമാണല്ലോ അത്. അപ്പോൾ നമുക്ക് അങ്ങനെ ജനിക്കുന്ന ആ കുഞ്ഞിനും തീർച്ചയായിട്ടും അതൊരു ജീവനാണ്, മനുഷ്യജീവനാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തില് അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും സ്വീകരിക്കാനും വളർത്താനും, അതായത് ഇപ്പൊ നമ്മള് അൺവാണ്ടഡ് ആയിട്ട് ജനിക്കുന്ന അല്ലെങ്കിൽ കൺസീവ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെ അതിന് ഈ പറയുന്ന അമ്മമാരെ പരിചരിക്കാനും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മറ്റാരും അറിയാതെ സംരക്ഷിക്കാനും ഉള്ള അതിന് തയ്യാറായിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. ഇതിങ്ങനെയുള്ളത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലത്, അല്ലെങ്കിൽ ഈ തിന്മ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു ജീവനും നഷ്ടപ്പെടരുത് എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട്, നശിപ്പിക്കപ്പെടരുത് എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് സഭ നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് ആരും അറിയാതെ അവിടെ പോയി സുരക്ഷിതമായിട്ട് ജീവിക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആ കൊച്ചും ദൈവത്തിന്റെ പദ്ധതിയിലൂടെ ജനിച്ചതാണോ? തീർച്ചയായിട്ടും അതെ. ഇങ്ങനെ ഒരു സാഹചര്യം അപ്പൊ ആ സാഹചര്യം മനുഷ്യനുണ്ടാക്കിയതാണ്. പക്ഷെങ്കിൽ ഒരു ജീവനും ദൈവത്തിന്റെ പദ്ധതി പ്രകാരമല്ലാതെ ഒരു ജീവൻ ഭൂമിയിൽ ഉത്ഭവിക്കുകയില്ല. ചിലപ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതി നമുക്ക് അറിഞ്ഞുകൂടാ. ആ കുഞ്ഞിന് നമ്മൾ കരുതുന്ന സാധാരണ ബന്ധത്തിൽ ജനിക്കുന്നതിൽ നിന്നേക്കാളും ദൈവാനുഗ്രഹം നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടാകാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന ധാരാളം പേരുണ്ട്. മക്കളില്ലാത്ത എത്രയോ ദമ്പതിമാരുണ്ട്. അവരെത്രയോ പേര് മക്കൾ ഉണ്ടെങ്കിൽ തന്നെ ചില കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ സ്നേഹപരിപാലനയില് ശാരീരിക മാതാപിതാക്കൾ അല്ലെങ്കിൽ പോലും ഈ അഡോപ്റ്റഡ് പേരൻസ്, അത് ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെയുള്ള തിന്മ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ല ഇത് പറയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെയൊന്ന് സംഭവിച്ചു പോയാൽ അങ്ങനെയുള്ള ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി സഭയുടെ ഭാഗത്തു നിന്ന് തന്നെ ധാരാളം സംഗതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരുതുന്ന നമ്മുടെ സുരക്ഷിതമായ സാഹചര്യത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് മാത്രമല്ല, ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞ് അത് അങ്ങനെയല്ല, നമുക്കറിയാം ജനിക്കേണ്ടത് അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയി എന്ന് കരുതുക. അങ്ങനെ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. ഇപ്പം ഈ പറയുന്ന റേപ്പ് നടക്കുന്നത് തന്നെ. അപ്പൊ അവിടെ ജനിക്കുന്ന കുഞ്ഞും തീർച്ചയായിട്ടും ആ റേപ്പിനെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. അത് ചെയ്തത് തെറ്റാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് ആ വ്യക്തി ചെയ്യുന്നത് തിന്മ തന്നെയാണ്. പക്ഷെങ്കിൽ ജീവൻ ദൈവത്തിന്റെ ദാനമാണ്, ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് അവിടെ ഒരു പദ്ധതിയുണ്ട്. ജീവൻ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഒരു സാഹചര്യത്തിലും ജീവൻ നശിപ്പിക്കാൻ അവകാശം. അതാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം, അതാണ് സഭ പഠിപ്പിക്കുന്ന കാര്യം. അതാണ് ഇത് പറയുമ്പം എന്താണെന്നറിയോ, സഭ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ശ്രദ്ധയുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ജീവനെ കുറിച്ച് ശ്രദ്ധയുണ്ടാകണം. ജീവന്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ മനുഷ്യജീവൻ വിലയുള്ളതാണ്. ഇതിന്റെ മറ്റേ അറ്റമാണല്ലോ മേഴ്സി കില്ലിംഗ് ഒക്കെ, കാരുണ്യവധമൊക്കെ. അതായത് ഇനി വലിയ ഉപയോഗമൊന്നുമില്ല എന്ന് കാണുമ്പോൾ ജീവൻ എടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ വേറെ മറുവശത്തുമുണ്ട്, അങ്ങേയറ്റത്ത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ചിലപ്പം പ്രായം ചെന്നവരെയൊക്കെ നമ്മൾ ഓൾഡ് ഏജ് ഹോമിലാക്കുന്നതും അല്ലെങ്കിൽ വീടിന്റെ തന്നെ ഒരു മൂലയ്ക്കാക്കുന്നതും ഒക്കെ. അതൊന്നും ഒരിക്കലും ശരിയല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം നമ്മൾ ഇന്ന് ഭൂമിയിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ പേരൻസും നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ അധ്വാനിച്ചത് കൊണ്ടും കഷ്ടപ്പെട്ടത് കൊണ്ടുമാണ്. അവർക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തില് അവരെ വിസ്മരിക്കുക എന്നുള്ളതിലും വലിയ ഒരു നന്ദിഹീനത നമുക്കുണ്ടാകാനില്ല. അപ്പൊ അവരെ വീടിന്റെ ഒരു മൂലയ്ക്കാക്കുന്നതും അവരോട് സംസാരിക്കാൻ സമയമില്ലാതിരിക്കുന്നതും സൗകര്യത്തെ പ്രമാണിച്ച് നമ്മൾ അവരെ ഓൾഡ് ഏജ് ഹോമിലാക്കുന്നതും കുറെ കൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോ അവർ മരിച്ചാലും കുഴപ്പമില്ല എന്ന്, ജീവൻ എടുത്താലും കുഴപ്പമില്ല എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും
നമ്മൾ ജീവൻ നശിപ്പിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. അത് ശരിയായ മനോഭാവമല്ല, തെറ്റാണ് താൻ. അച്ഛാ, എന്തോ? അതായത് നമ്മള് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരുപാട് ദമ്പതിമാർക്ക് മക്കളില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പൊ അവര് പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനോ, അതിനെ കുറിച്ചൊക്കെ എങ്ങനെ? അത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണോ അങ്ങനെയൊക്കെ? പദ്ധതി പ്രകാരം അത് തീർച്ചയായിട്ടും അതല്ല. അതായത് ദൈവം, നമ്മള് ഈ മംഗളവാർത്ത കാലത്ത് തന്നെ ആദ്യത്തെ ഞായറാഴ്ച വായിച്ച സംഭവം ഉണ്ടല്ലോ, അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യോഹന്നാൻ മാർദാനയുടെ ജനനത്തെ കുറിച്ച് സക്കറിയായിക്ക് ദേവാലയത്തിൽ വെച്ച് കൊടുക്കുന്ന അറിയിപ്പ്, അവരെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു, അതായത് വാർദ്ധക്യത്തിലെത്തിയവരായിരുന്നു. എലിസബത്ത് ഏലീശുവ വന്ധിയാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിരുന്ന കാര്യമാണ്, പരക്കെ അറിയപ്പെട്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു വലിയ അപമാനമായിട്ടാണ് യഹൂദർക്കിടയിലും കരുതപ്പെട്ടിരുന്നത്. പക്ഷെങ്കില് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വാർദ്ധക്യത്തിൽ പോലും മാനുഷികമായിട്ട് യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ദൈവം ഇടപെടുകയും അവർക്ക് കുഞ്ഞിനെ നൽകുകയും ചെയ്തു. ഇത് നമ്മൾ പഴയ നിയമത്തിലും കാണുന്നുണ്ട്. അബ്രാഹത്തിനും സാറായിക്കും ഇസ്ഹാക്ക് ജനിക്കുന്ന എത്ര വയസ്സിലാ? 100 വയസ്സ് അടുക്കുമ്പോഴാണ്. സാമുവേല് ജനിക്കുന്നത്, സാമുവേലിന്റെ മാതാപിതാക്കളുടെ പേര് എൽക്കാന ഹന്ന എന്നാണ്. എൽക്കാന ഹന്ന ദമ്പതിമാർക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതും അവരുടെ വാർദ്ധക്യത്തിലാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു യോവാക്കിമും അന്നായുമാണ് മറിയത്തിന്റെ മാതാപിതാക്കൾ എന്ന്. ശരിയാണ്. പാരമ്പര്യം അനുസരിച്ച് മറിയത്തിന്റെ മാതാപിതാക്കളായ വിശുദ്ധ യോവാക്കിമിനും അന്നായിക്കും കുഞ്ഞിനെ ജനിക്കുന്നതും മറിയത്തെ ലഭിക്കുന്നതും അവരുടെ വാർദ്ധക്യത്തിലാണ്. അപ്പോൾ ദൈവം ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ വിശ്വാസം ഒന്ന് മാറ്ററിയാൻ വേണ്ടി, നമ്മൾ എത്രമാത്രം പ്രത്യാശയുള്ളവരാണ്, ക്ഷമയുള്ളവരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയൊക്കെ ആകാം ചിലപ്പോൾ നമ്മളെ അത് ചെയ്യാം. നിശ്ചയമായിട്ടും ദൈവം തരും. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പോവുക മുൻപോട്ട്. ഇനി അപ്പൊ വീണ്ടും ചോദിച്ചേക്കാം, അങ്ങനെ ലഭിക്കുന്നില്ല എങ്കിൽ, അങ്ങനെ കുറെ കാലം കാത്തിരുന്ന് കുറെ കാലമായി ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ ഉള്ളത് നമ്മൾ വേറെ ചില സാധ്യതകൾ ചിന്തിക്കണം. ഈ പറയുന്ന അനാഥ ശിശുക്കളുണ്ട്. അപ്പോൾ അതായിരിക്കും ദൈവത്തിന്റെ പദ്ധതി നമ്മളെ കുറിച്ച്. അങ്ങനെയൊന്നും സംഭവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയും ഇപ്പൊ ഈ പറയുന്ന